الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മൾ സൂറത്തുൽ അലഖിൻ്റെ തഫ്സീറാണ് പഠിച്ചത്. അടുത്ത സൂറത്തു അൽ ഖദർ. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖദർ. ഈ രണ്ട് സൂറത്തുകളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണ്? നമ്മൾ പറഞ്ഞു സൂറത്തുൽ അലഖിൻ്റെ വിഷയം എന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അതുപോലെ തന്നെ എല്ലാ മുസ്ലിമീങ്ങളോടും അല്ലാഹു തആല കൽപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അതുപോലെ തന്നെ അത് പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക. ഈ മാർഗത്തിൽ എതിരാളികളായി വരുന്ന ആളുകൾ, മുശ്രിക്കുകൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ഖുർആൻ്റെ ശത്രുക്കൾ, അവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിൽ ക്ഷമ അവലംബിക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ദൗത്യവുമായി വിശുദ്ധ ഖുർആൻ പിന്തുടരുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഈ ആശയം അത് കൂടുതൽ മുന്നോട്ട് പോവുക, അതുമായി കൂടുതൽ മുന്നോട്ട് പോവുക, അള്ളാഹുവിനോട് അടുക്കാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുകയും മറ്റ് ഇബാദത്തുകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുക. ഇതാണ് ഈ സൂറത്തിൻ്റെ ചുരുക്കം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആനാണ് ഈ സൂറത്തിൻ്റെ വിഷയം. ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള പ്രോത്സാഹനമാണ്. ആ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമാണ് ആ മാർഗത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യുക എന്നുള്ളത്. സൂറത്തുൽ ഖദറിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രിയായ ലൈലത്തുൽ ഖദറിനെ കുറിച്ചാണ് പറയുന്നത്. ബന്ധം വളരെ വ്യക്തമാണ്. വിശുദ്ധ ഖുർആൻ്റെ മഹത്വം തന്നെയാണ് ഈ സൂറത്തിൻ്റെയും വിഷയം. കാരണം ഖുർആൻ അവതരിച്ച ആ രാത്രിയുടെ മഹത്വം ഇത്ര വലുതാണെങ്കിൽ ഖുർആൻ ഇത്രയും മഹത്വമുള്ളതാണ്. അതുകൊണ്ടാണ് ആ രാത്രിക്ക് ഇത്രയും മഹത്വമുണ്ടായത്. ഈ സൂറത്ത് മക്കിയായ സൂറത്താണ്, മക്കയിൽ അവതരിച്ച സൂറത്താണ്. ഇതിൻ്റെ വിഷയം ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വമാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന രാത്രിയുടെ മഹത്വമാണ്. എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ? ലൈലത്തുൽ ഖദർ, ദാലിന് സുക്കൂനാണ്. ലൈലത്തുൽ ഖദർ അല്ല, ലൈലത്തുൽ ഖദർ. എന്താണ് ഖദർ എന്ന് പറഞ്ഞാൽ? ഖദർ എന്ന് പറഞ്ഞാൽ അളവ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ മഹത്വം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വലിയ അളവിൽ മഹത്വമുള്ളതാണ് ഈ രാത്രി. അപ്പോൾ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ലൈലത്തു അൽ ഫദ്ലി വശറഫ്, മഹത്വത്തിൻ്റെ രാത്രി എന്നാണ് ഭാഷാപരമായി ഇതിൻ്റെ അർത്ഥം. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, തീർച്ചയായും നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. അതെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ. ലൈലത്തുൽ ഖദറിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. അത് റമദാൻ മാസത്തിലാണ്. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുപോലെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസത്തിലെ ഒരു രാത്രിയാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ മറ്റൊരു സൂറത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. സൂറത്ത് ദുഖാനിൽ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് രണ്ട് സ്ഥലത്താണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സൂറത്തുൽ ഖദറിലും രണ്ടാമത് സൂറത്ത് ദുഖാനിലും. ദുഖാനിൽ എന്താണ് പറഞ്ഞത്? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്ന കുന്ന മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. ഇപ്പോൾ ലൈലത്തുൽ ഖദറിൽ പ്രധാനപ്പെട്ട 3 സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ അവതരിക്കുക എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തെ ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന മസ്ജിദിലേക്ക്, ഭവനത്തിലേക്ക് വിശുദ്ധ ഖുർആൻ ഒന്നടങ്കം മുഴുവനായി അവതരിച്ചു. അതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തുടങ്ങി. ആദ്യത്തെ ആയത്തുകൾ അവതരിപ്പിച്ചു. അതും ലൈലത്തുൽ ഖദറിലാണ് നടന്നിരിക്കുന്നത്. മൂന്നാമത്തേത്, ഒരു വർഷത്തേക്കുള്ള ഖദർ, മനുഷ്യൻ്റെ വിധി ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണ് മലക്കുകൾക്ക് കൈമാറപ്പെടുന്നത്. ഒരു വർഷം ഈ ഭൂമിയിൽ നടപ്പിലാക്കേണ്ട കൽപ്പനകൾ മലക്കുകൾക്ക് അവരുടെ കയ്യിലുള്ള ഏടുകളിൽ എഴുതി കൊടുക്കും ലൈലത്തുൽ ഖദറിന്. ഈ 3 കാര്യങ്ങൾ നടക്കുന്നത് ലൈലത്തുൽ ഖദറിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി വന്നിട്ടുള്ളതാണ് ബൈത്തുൽ ഇസ്സയിലേക്ക് ഖുർആൻ അവതരിപ്പിക്കുന്ന കാര്യം. അഥവാ അല്ലാഹു തആലയുടെ അടുക്കൽ ലൗഹുൽ മഹ്ഫൂദിൽ, ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ 7 ആകാശങ്ങൾക്ക് മുകളിൽ അല്ലാഹു തആല സൂക്ഷിച്ചിട്ടുള്ള ഫലകമാണ്.
അള്ളാഹുവിൻ്റെ രേഖയാണ്. അതിൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനുൽ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞത്, ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ. സംരക്ഷിക്കപ്പെട്ട ഒരു രേഖയിലാണ് വിശുദ്ധ ഖുർആൻ ഉള്ളത്. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ. മലക്കുകളല്ലാതെ, പരിശുദ്ധരായ മലക്കുകളല്ലാതെ അത് സ്പർശിക്കുകയില്ല. ഇപ്പോൾ ലൗഹുൽ മഹ്ഫൂദിൽ മലക്കുകളുടെ ലോകത്ത് വിശുദ്ധ ഖുർആൻ എഴുതപ്പെട്ടിട്ടുണ്ട്. അതൊന്നടങ്കം ഒരു വർഷം ലൈലത്തുൽ ഖദ്റിൽ ഒന്നാം ആകാശത്തെ ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരിപ്പിച്ചു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വഹി ഇറങ്ങാൻ തുടങ്ങുന്നത് അതും ലൈലത്തുൽ ഖദ്റിലാണ്. അതിനെക്കുറിച്ചാണ് സൂറത്തു ദുഖാനിൽ പറഞ്ഞത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹക്കീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസലീൻ. അതുപോലെ തന്നെ ഈ ആയത്തുകളിൽ ഒരു വർഷത്തെ വിധി രേഖപ്പെടുത്തപ്പെടുന്ന ദിവസമാണ് എന്നും പറഞ്ഞു. ദുഖാനിലെ ആയത്തുകളിൽ ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹക്കീം, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ എല്ലാ വിധിയും വേർതിരിക്കപ്പെടുന്നത്, തീരുമാനിക്കപ്പെടുന്നത് അന്നാണ്. സലഫുകൾ പറഞ്ഞത് കാണാം, ഈ വർഷം ആരൊക്കെ ഹജ്ജ് ചെയ്യും, ഈ വർഷം ആരൊക്കെ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ ആ രാത്രിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. മറ്റു ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം, ഒരു മനുഷ്യൻ ഈ ഭൂമിയിലൂടെ നടക്കുന്നുണ്ട്, അവൻ മയ്യിത്താണ്, അവൻ്റെ മരണം എഴുതപ്പെട്ടിട്ടുണ്ട് ആ വർഷത്തിനുള്ളിൽ, പക്ഷെ അവന് അതറിയാതെ ജീവിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന ഒരു വർഷത്തേക്കുള്ള വിധി എഴുതപ്പെടുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ. ഇനി ഈ രാത്രിയുടെ മഹത്വം, അതാണ് ഈ സൂറത്തിൽ പറയുന്ന വിഷയം. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിനക്കറിയാമോ? അതെന്താണെന്നാണ് നീ മനസ്സിലാക്കിയിരിക്കുന്നത്. വമാ അദ്റാക എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണ് അറിയുന്നത്, ഇതിനെക്കുറിച്ച് നിനക്ക് എന്തറിയാം. എന്താണ് ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തഅളീം, പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ മഹത്വം കാണിക്കാൻ വേണ്ടി, അതിൻ്റെ വലിപ്പം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ഇമാം അൽ ഫറ റഹിമഹുല്ല അറിയപ്പെട്ട ഒരു ഭാഷാ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞത് കാണാം, ഖുർആനിൽ എവിടെയൊക്കെ വമാ അദ്റാക എന്നുണ്ടോ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ, അൽ ഹാഖതു മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ. ഇങ്ങനെ വമാ അദ്റാക എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിൻ്റെ ഗൗരവം ഓർമ്മിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പ്രയോഗിച്ചു എന്ന് മാത്രം. വമാ യുദ്രീക എന്നുള്ള പ്രയോഗം ഇതിൻ്റെ തന്നെ മുദാരി ആയ പ്രയോഗം. അങ്ങനെ ചില ആയത്തുകളുണ്ട്. വമാ യുദ്രീക ലഅല്ല സാഅത ഖരീബ്. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്ത കാര്യങ്ങളാണ്. വമാ യുദ്രീക എന്ന് പറയുന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്ത കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ പ്രയോഗവും ഉലമാക്കൾ എത്ര സൂക്ഷ്മമായി വിലയിരുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല, പക്ഷേ അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ്റെ പ്രയോഗം. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിൻ്റെ മഹത്വം എന്താണ്, അതെന്താണെന്നാണ് നീ മനസ്സിലാക്കിയിരിക്കുന്നത്. ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദ്ർ 1000 രാത്രികളേക്കാൾ മഹത്വമുള്ളതാണ്. 1000 രാത്രിയേക്കാൾ മഹത്വം എന്ന് പറഞ്ഞാൽ 1000 രാത്രി ചെയ്യുന്ന ഇബാദത്തുകളെക്കാളും ഫضലുണ്ട് ലൈലത്തുൽ ഖദ്റിൽ ചെയ്യുന്ന ഇബാദത്തുകൾക്ക്. ഇത് വലിയ മഹത്വമാണ്. ഉലമാക്കൾ പറയുന്നത് ഇങ്ങനെ ഒരു മഹത്വം ലൈലത്തുൽ ഖദ്റിന് കൊടുക്കാനുള്ള കാരണം എന്താണ്? നമ്മുടെ ഉമ്മത്തിന് ആയുസ് കുറവാണ് അല്ലേ? ആദം നബി അലൈഹി സ്വലാമിന് ആയുസ് വളരെ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വലിപ്പം കൂടുതലായിരുന്നു. പിന്നെ ഇങ്ങനെ വലിപ്പം കുറഞ്ഞു വരികയാണ്, ആയുസ്സും കുറഞ്ഞു വരികയാണ് മനുഷ്യന്. നൂഹ് അലൈഹി സ്വലാം നമുക്കറിയാം 950 വർഷം ദഅവത്ത് നടത്തി. അപ്പോൾ അതിൽ കൂടുതൽ ജീവിച്ചിരുന്നിട്ടുണ്ടാകും. അങ്ങനെ ആയുസ് കുറഞ്ഞു വരികയാണ്. ചില റിവായത്തുകളിൽ കാണാം, മുൻഗാമികളായ ചില അമ്പിയാക്കളുടെ കൗമുകൾ അവരോട് ഈ നബി ഇങ്ങനെ പറഞ്ഞു, ഇനിയൊരു വിഭാഗം വരാനുണ്ട്, അവർക്ക് 60 വയസ്സും 70 വയസ്സും വരെയൊക്കെ ആയിരിക്കും ആയുസ് ഉണ്ടാവുക നമ്മളെക്കുറിച്ച്. അപ്പോൾ അവർ അത്ഭുതപ്പെട്ടു, ആ നബിയുടെ സമുദായം. അവർ ചോദിച്ചു, ഈ 60 വയസ്സിന് ജീവിച്ചിരിക്കുന്ന ആളുകൾ അവർ വീടൊക്കെ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു. 60 വയസ്സിന് എന്തിനാണ് വീടൊക്കെ ഉണ്ടാക്കുന്നത്? അതുപോലെ അവർ ജോലികളൊക്കെ ചെയ്യുമോ, വീടൊക്കെ ഉണ്ടാക്കുമോ എന്ന് അത്ഭുതത്തോടെ ചോദിച്ചു. ചിലപ്പോൾ നമുക്ക് ഒന്ന് ആലോചിച്ചാൽ മതി, ഇനിയൊരു സമുദായം വരാനുണ്ടെന്ന് വിചാരിക്കുക. ഒരു 20 വർഷമേ ജീവിച്ചിരിക്കുള്ളൂ. അപ്പോൾ നമ്മളെന്താ അവരെക്കുറിച്ച് പറയാം? അത്രയേ ഉള്ളൂ. അതിനേക്കാളും വ്യത്യാസമുണ്ട് 950ഉം നമ്മൾ ഈ 60ഉം തമ്മിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ആയുസ് കുറവായ ഈ സമുദായത്തിന് അള്ളാഹു തന്നൊരു ആനുകൂല്യമാണ്, അതിനുള്ളൊരു പരിഹാരമാണ് ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. കാരണം ഒരു ദിവസം കൊണ്ട് എത്ര ദിവസത്തെ പ്രതിഫലമാണ് കിട്ടുന്നത്? 1000 ദിവസം എന്ന് ഹരിച്ചു നോക്കിയാൽ എത്ര വർഷം? 80 വർഷത്തിൽ കൂടുതൽ, 83 വർഷം അങ്ങാണ്ട് ഇബാദത്ത് ചെയ്ത പ്രതിഫലം
ഒരു ദിവസം കൊണ്ട് കിട്ടും. അതാണ് ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം. ഇനി ലൈലത്തുൽ ഖദർ എന്നാണ്? ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാം. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലൈലത്തുൽ ഖദർ എന്നാണെന്ന് അറിയാമായിരുന്നു, പക്ഷേ എന്ത് സംഭവിച്ചു? മറന്നുപോയി. ഒരു ഹദീസിൽ കാണാം, ഖറജ്തു ലി ഉഖ്ബിറക്കും ബി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ്, ഞാൻ രാത്രി പറഞ്ഞു തരാൻ വന്നതാണ്. ഫതലാഹ ഫുലാനുൻ വ ഫുലാൻ, അങ്ങനെ ഞാൻ വന്നപ്പോൾ ഇന്ന രണ്ട് ആളുകൾ അവർ തമ്മിൽ പ്രശ്നം, അവർ തമ്മിലൊരു വഴക്ക് നടക്കുന്നത് ഞാൻ കണ്ടു. ഫറുഫിഅത്ത്, അപ്പോൾ ലൈലത്തുൽ ഖദർ ഉയർത്തപ്പെട്ടു. ആ അടിപിടി കണ്ടതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദർ മറന്നുപോയി. അസ അൻ യകൂന ഖൈറൻ ലക്കും, ഞാനത് മറന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഖൈറായിരിക്കും. എന്നിട്ട് പറഞ്ഞു ഫൽതമിസൂഹ ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ, റമദാൻ്റെ അവസാനത്തെ 10 ദിവസം നിങ്ങളത് അന്വേഷിച്ചു കൊള്ളുക. അതുപോലെ മറ്റൊരു റിവായത്തിൽ കാണാം, ബുഖാരിയിലുള്ള ഹദീസ് കാണാം, ഇൽതമിസു ലൈലത്തുൽ ഖദർ ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ. മറ്റൊരു റിവായത്തിൽ ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നത് ഇൽതമിസു ലൈലത്തുൽ ഖദർ ഫിൽ വിത്രി മിനൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ, ലൈലത്തുൽ ഖദർ അവസാനത്തെ 10, റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ അന്വേഷിച്ചു കൊള്ളുക. സാധ്യതകളാണ്, ഇതൊക്കെ സാധ്യതകളാണ്. അവസാനത്തെ 10 ഉറപ്പാണ്. അതിൽ ഒറ്റയിട്ട രാവുകളിൽ 21, 23, 25, 27, 29 ഈ രാവുകളിലാവാൻ പിന്നെയും സാധ്യത കൂടുതലാണ്. അതിൽ തന്നെ കൂടുതൽ ഏത് രാത്രികൾക്കാണ്? 23 മുതൽ. കാരണം മറ്റൊരു റിവായത്തിൽ മൻകാന മുത്തഹറിയൻ ഫല്യതഹറഹ ഫിസ്സബ്ഇൽ അവാഖിർ, അവസാനത്തെ 7 രാത്രികളിൽ നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലും കൂടുതൽ സാധ്യത ഏത് ദിവസമാണ്? 27. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്ത് പറയുമായിരുന്നു ലൈലത്തുൽ ഖദർ 26 രാവിനാണ് എന്ന്. പക്ഷെ അദ്ദേഹത്തിന് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണോ? അല്ല, അദ്ദേഹത്തിൻ്റെ ഇജ്തിഹാദാണ്. ലൈലത്തുൽ ഖദറിൻ്റെ ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉബയ്യ് ഇബ്നു കഅബിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ സഹോദരൻ ഇബ്നു മസ്ഊദ് പറയുന്നുണ്ട്, മൻ ഖാമൽ ഹൗല യുസിബ് ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ കിട്ടണമെങ്കിൽ വർഷം മുഴുവൻ ഖിയാമുൽ ലൈൽ നമസ്കരിക്കണം. അഥവാ റമദാനിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, വർഷത്തിലേ ദിവസമാകാം എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് എന്ന് ഉബയ്യ് ഇബ്നു കഅബിനോട് ഒരാൾ പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞ് റമദാനിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ അത് ദുർബലമാണ്. കാരണം ഖുർആൻ അവതരിച്ചത് റമദാനിലാണ്. മറ്റു ചിലർ പറയുന്നത് വർഷം മുഴുവൻ ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവും ലൈലത്തുൽ ഖദർ കിട്ടാൻ വേണ്ടി. ഉബയ്യ് ഇബ്നു കഅബ് പറഞ്ഞു, ഇബ്നു മസ്ഊദിന് അറിയാം ഇത് റമദാനിലാണ്, അവസാനത്തെ 10 എന്നൊക്കെ അറിയാം. പക്ഷെ അദ്ദേഹം ലിഅല്ല യത്തക്കിലന്നാസ്, ജനങ്ങൾ അവസാനത്തെ 10 മാത്രം അല്ലെങ്കിൽ റമദാനിൽ മാത്രം ഇബാദത്ത് ചെയ്യാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ് എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം സത്യം ചെയ്ത് പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചു. താങ്കൾക്ക് അങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ലക്ഷണം വെച്ചിട്ട് എനിക്ക് മനസ്സിലായതാണ്. ഫഇന്നഹ തത്ലുഉ ബിദൂന ശുആ, കാരണം അന്ന് രാവിലെ ലൈലത്തുൽ ഖദറിൻ്റെ പിറ്റേ ദിവസം രാവിലെ സൂര്യൻ്റെ രശ്മികൾക്ക് ശക്തി കുറവായിരിക്കും, ചൂട് കുറവായിരിക്കും എന്ന് പറഞ്ഞു. ആ ലക്ഷണം വെച്ചിട്ട് അദ്ദേഹം മനസ്സിലാക്കിയതാണ്. 27 എന്ന് ഉറപ്പില്ല, പക്ഷെ സാധ്യത കൂടുതലാണ്. 27 മാത്രമായി ഇബാദത്ത് ചെയ്യാം, സാധ്യത കൂടുതലാണ്. ഇനി ലൈലത്തുൽ ഖദർ എല്ലാ വർഷവും ഒരേ ദിവസമായിരിക്കുമോ? എല്ലാ വർഷവും 27 അല്ലെങ്കിൽ എല്ലാ വർഷവും 25 അങ്ങനെ ആകുമോ? അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ശരിയായത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരേ ദിവസം ആയിക്കൊള്ളണം എന്നില്ല, ഒരേ ദിവസമാണ് എന്നതിന് പ്രത്യേകിച്ച് തെളിവില്ല. അപ്പോൾ ഒരു സംശയം തോന്നാം, ലൈലത്തുൽ ഖദർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഖുർആൻ ഒരു പ്രാവശ്യമല്ലേ അവതരിച്ചിട്ടുള്ളൂ, അപ്പോൾ എങ്ങനെയാണ് ലൈലത്തുൽ ഖദർ മാറുന്നത്? ഖുർആൻ അവതരിച്ച രാത്രിയല്ലേ ലൈലത്തുൽ ഖദർ? അത് അങ്ങനെയല്ല. എന്താണ് ലൈലത്തുൽ ഖദറിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം, ഇപ്പോൾ 2ാം ശനി, സെക്കൻഡ് സാറ്റർഡേ, ഓരോ മാസത്തിൽ ഓരോ ഡേറ്റ് ആയിരിക്കും സെക്കൻഡ് സാറ്റർഡേ. അപ്പോൾ ഞാൻ പറഞ്ഞ് കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, അടുത്ത മാസം സെക്കൻഡ് സാറ്റർഡേ ഞാൻ വേറെ സ്ഥലത്ത് പോയി, പറ്റും. കാരണം സെക്കൻഡ് സാറ്റർഡേ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ മാറിക്കൊണ്ടിരിക്കുന്ന ദിവസത്തിൽ ഒരു വർഷം ഇന്ന സംഭവം നടന്നു, ഒരു വർഷം ഇന്ന സംഭവം നടന്നു, അങ്ങനെ. അപ്പോൾ ഖുർആൻ അവതരിച്ച വർഷത്തിൽ എന്നായിരുന്നോ ലൈലത്തുൽ ഖദർ, അന്ന് ഖുർആൻ അവതരിച്ചു ആ വർഷത്തിൽ. അടുത്ത വർഷം ലൈലത്തുൽ ഖദർ മാറാം. ഇപ്പോൾ ഒരു 2ാം ശനിക്കാണ് ഖുർആൻ അവതരിച്ചെന്ന് വിചാരിക്കുക, അടുത്ത മാസം 2ാം ശനി വേറെ തീയതി ആയിരിക്കും, വേറെ ഡേറ്റ് ആയിരിക്കും. അടുത്ത വർഷം ഓരോ മാസവും വേറെ വേറെ തീയതികളിലായിരിക്കും. അതുകൊണ്ട് തിരക്കേടൊന്നുമില്ല.
അപ്പോൾ ഇതാണ് ലൈലത്തുൽ ഖദറിൻ്റെ മസ്അലകൾ. അതുപോലെ ലൈലത്തുൽ ഖദറിന് ചെയ്യേണ്ടത് എന്താണ്? ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. റമദാൻ ആകുമ്പോൾ അല്ലേ, റമദാൻ ആവാൻ ഇപ്പോൾ ഇനി കുറേ ഉണ്ട്, 6 മാസമുണ്ട്. സലഫുകൾ 6 മാസം മുമ്പേ റമദാന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. കാരണം അവർക്ക് റമദാൻ്റെ മഹത്വം അറിയുന്നത് കൊണ്ടാണ്. ഈ 80 വർഷത്തെ അമൽ കിട്ടുന്ന രാത്രി അതിൽ വരാനുണ്ട്. മൻ ഖാമ ലൈലത്തുൽ ഖദർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ ലൈലത്തുൽ ഖദറിൽ ഈമാനോടെയും ഇഹ്തിസാബോടെയും, എന്താണ് ഈമാനും ഇഹ്തിസാബും? ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം. ഈ ലൈലത്തുൽ ഖദറും റമദാനും ഒക്കെ അള്ളാഹുവിൻ്റെ വഹയാണ്, ദീനിൻ്റെ ഭാഗമാണ് എന്നുള്ള ഉറച്ച വിശ്വാസം. ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ്, പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആരാണോ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നത് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ റമദാൻ ആവാനും അത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താനും. അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം ഇതാണ്. അന്ന് ചെയ്യേണ്ട കാര്യം എന്താണ്? ഖിയാമുൽ ലൈൽ, അതുപോലെയുള്ള എല്ലാ ഇബാദത്തുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ അവസാനത്തെ 10 ആയാൽ എന്താണ് ചെയ്യാറുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇദാ ദഖലൽ അശ്ർ, അവസാനത്തെ 10 ആയാൽ അയ്ഖദ അഹ്ല അഹ്യൽ ലൈൽ വ അയ്ഖദ അഹ്ല വശദ്ദ മിഅ്സറഹു. അയ്ഖദൽ ലൈൽ, രാത്രി മുഴുവനും അഹ്യൽ ലൈൽ, രാത്രി മുഴുവനും ഹയാത്താക്കും, മുഴുവനായും ഇബാദത്ത് ചെയ്യും. വ അയ്ഖദ അഹ്ലഹു, കുടുംബത്തെയും ഉണർത്തും, കൂടെ കൂട്ടും. വശദ്ദ മിഅ്സറഹു, അര മുറുക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് വേണ്ടി ആവേശത്തോടു കൂടി ഒഴിഞ്ഞിരിക്കും. അവസാനത്തെ 10 മുഴുവനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 മുഴുവനായും ഇഅ്തികാഫിരിക്കുമായിരുന്നു. അതുപോലെ മറ്റൊരു മസ്അല, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അവസാനത്തെ 10 ഒറ്റയെട്ട് രാത്രികളിൽ. ഒറ്റയെട്ട് രാത്രികളിലാവുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പില്ല. കാരണം ഒരു ഹദീസിൽ കാണാം, ഇമാം അഹ്മദും തിർമിദിയും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹസനായൊരു ഹദീസിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽതമിസൂഹ ഫീ 9 ലയാലിൻ യബ്ഖൈൻ വഫീ 7 യബ്ഖൈൻ വഫീ 5 യബ്ഖൈൻ. 9 രാത്രികൾ ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക, 7 രാത്രികൾ ബാക്കിയുള്ള ദിവസം പ്രതീക്ഷിക്കുക. ഇങ്ങനെ പറഞ്ഞു, 5, 3 ഇങ്ങനെ പറഞ്ഞു. 9 ദിവസം അല്ലെങ്കിൽ 9 രാത്രികൾ ബാക്കിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ആ ദിവസം? മാസം 29 ആണെങ്കിൽ 21 രാവായിരിക്കും. പക്ഷെ മാസം 30 ആണെങ്കിലോ അത് 22 രാവായിരിക്കും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മജ്മൂ ഫത്താവയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. ഇരട്ട ദിവസങ്ങളിലും ആവാം, ഇരട്ട രാവുകളിലും ആവാം ലൈലത്തുൽ ഖദർ. അപ്പോൾ അവസാനത്തെ 10 മുഴുവനായും ഉപയോഗപ്പെടുത്തുക, അതേ ഉള്ളൂ ലൈലത്തുൽ ഖദർ കിട്ടാനുള്ള മാർഗം. ഇനി ഒരാൾക്കതിന് പ്രയാസമുണ്ടെങ്കിൽ ഒന്നര ഒറ്റയിട്ട ദിവസങ്ങളിൽ ശ്രമിക്കുക. ലൈലത്തുൽ ഖദറിൽ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ അയ്ഖദ അഹ്യ അൽ ലൈൽ, രാത്രി ഹയാത്താക്കുക, രാത്രി മുഴുവൻ ഇബാദത്ത് ചെയ്യുക. അപ്പോൾ രാത്രിക്ക് ഇസ്ലാമിലൊരു പ്രാധാന്യമുണ്ട്. അല്ലെ, ഖുർആനിൽ പല ആയത്തുകളിലും കാണാം, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്രാ മിഅ്റാജിന് കൊണ്ടുപോയത് രാത്രിയിലാണ്. അതുപോലെ തന്നെ വമിനൽ ലൈലി ഫസബ്ബിഹു വ അദ്ബാറ സുജൂദ്, രാത്രിയിൽ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക. ഖുമിൽ ലൈല ഇല്ല ഖലീല, രാത്രി നമസ്കരിക്കുക കുറച്ചൊഴികെ. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വ അഖ്വമു ഖീല, രാത്രി എന്ന് പറയുന്നത് അശദ്ദു വത്അൻ, നാവ് കൊണ്ട് നമ്മൾ ഓതുന്നതും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നതും തമ്മിൽ ഒന്നിച്ച് കൂടിച്ചേരാൻ, മനസ്സിൽ തട്ടി ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി, രാത്രിയിൽ നീ തഹജ്ജുദ് നമസ്കരിക്കുക. അങ്ങനെ രാത്രിയിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം ആയത്തുകൾ കാണാം. അപ്പോൾ രാത്രിക്ക് ഒരു സ്ഥാനമുണ്ട്, അത് വെറുതെ കളയരുത്. അനാവശ്യമായ കാര്യങ്ങൾ ചെയ്ത് സമയം പാഴാക്കി കളയുന്നത് സൂക്ഷിക്കുക, രാത്രി പ്രത്യേകിച്ച്. അല്ല, പകൽ ആളുകൾ എന്ത് ചെയ്യും, ജോലി ഉണ്ടാകും, അതുകൊണ്ട് പകലത്തെ സമയം പാഴാക്കുന്നത് കുറച്ചൊക്കെ സൂക്ഷിക്കും. പക്ഷേ രാത്രി നമ്മളെ സ്വന്തം സമയമാണ്, അത് നമുക്ക് തോന്നിയതുപോലെ ചിലവഴിക്കാം എന്ന ധാരണ പാടില്ല. നേരെ മറിച്ച് രാത്രിയാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. സ്വഹാബത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, റുഹ്ബാനുൻ ഫിൽ ലൈൽ ഫുർസാനുൻ ഫിൻ നഹാർ. അവർ രാത്രിയിൽ സന്യാസിമാരാണ് ഉദ്ദേശിക്കുന്നത്. റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് വേണ്ടി കുടുംബജീവിതമൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്ന ആളുകൾ. രാത്രിയിൽ അങ്ങനെ തോന്നും അവരെ കണ്ടാൽ, തഹജ്ജുദ് നമസ്കരിച്ചിട്ടും ഇബാദത്ത് ചെയ്തിട്ടുമൊക്കെ, ഖുർആൻ പാരായണം ചെയ്തിട്ട്. ഒരു സഹാബി ഷുറൈഹ് അൽ ഹദ്റമി എന്ന് പറയുന്നൊരു സഹാബി, ഷുറൈഹ് അൽ ഖാദി എന്ന് പറയുന്നൊരു താബിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഇത് ഒരു സഹാബിയുണ്ട്, ഷുറൈഹ് അൽ ഹദ്റമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാര്യമായി വിവരണങ്ങളൊന്നുമില്ല. ആകെയുള്ളത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞൊരു തസ്കിയാണ്, അത് മതി അദ്ദേഹത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ റജുലുൻ ലാ യതവസ്സദുൽ ഖുർആൻ, ഖുർആൻ തലയണയാക്കാത്തവനാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഖുർആൻ പഠിച്ചിട്ട് എല്ലാ സഹാബത്തും ഖുർആൻ പഠിച്ചവരാണ്, ഹിഫ്ലാക്കിയവരാണ്, അവരെ കൊണ്ട് കഴിയുന്നത്രയെങ്കിലും. അപ്പോൾ ആ ഖുർആൻ തലയണയാക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ തലൻ്റെ ഉള്ളിലുണ്ടല്ലോ. അപ്പോൾ രാത്രി കിടന്നുറങ്ങിയാൽ എന്താണ് ഖുർആൻ തല എന്ന് പറഞ്ഞാൽ തലൻ്റെ ഉള്ളിൽ ആണോ, തലൻ്റെ ഉള്ളിലാണോ ഖുർആൻ, കൽബിലാണോ ഖുർആൻ? കൽബിലാണ്. പക്ഷേ ഫി സുദൂരില്ലദീന ഊത്തുൽ ഇൽം, അല്ലെ ഖുർആൻ ഓതുന്നതൊക്കെ തല കൊണ്ടാണല്ലോ, നാവും വായൊക്കെ തലയിലാണ്. അപ്പോൾ ഖുർആൻ ഓതേണ്ട ഈ അവയവങ്ങൾ അതവിടെ തലയണ പോലെ വെച്ചിട്ട് കിടന്നുറങ്ങുക, അത് അദ്ദേഹം ചെയ്യൂല, രാത്രി നമസ്കരിക്കുമെന്നർത്ഥം. അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅ്മ റജുൽ അബ്ദുല്ലാഹ്, അബ്ദുള്ള എത്ര നല്ലവനാണ്, ലൗ കാന യുസല്ലി ഫിൽ ലൈൽ, ലൗ കാന യുസല്ലി മിനൽ ലൈൽ, രാത്രി നമസ്കരിക്കുക കൂടി ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി നമസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇബ്നു ഉമർ നല്ലൊരാളാകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കി, ഇബ്നു ഉമർ റളിയല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 20 വയസ്സിനടുത്താണ് പ്രായം, 20ൻ്റെ കുറച്ച് കുറവോ കുറച്ച് കൂടുതലൊക്കെ. അപ്പോൾ അത്രയും ചെറുപ്പക്കാരനായ ഒരാളെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, രാത്രി നമസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാത്രി എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, നമ്മളെല്ലാവരും അതിൽ പിന്നിലാണ്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ രാത്രി എന്ന് പറയുന്നത് തന്നെ പ്രാധാന്യമുള്ളതാണ്, പ്രത്യേകിച്ച് റമദാനിൽ, പ്രത്യേകിച്ച് അവസാനത്തെ 10-ൽ. അതുപോലെ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ഷഹർ. ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ഒരു മുഫസ്സിറാണ് ജമാലുദ്ദീൻ അൽ ഖാസിമി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ മഹാസിനു തഅവീൽ എന്നൊരു തഫ്സീറൊക്കെ ഉണ്ട്. അദ്ദേഹം പറയുന്നത് കാണാം, ഇന്ന് ലൈലത്തുൽ ഖദ്റിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണോ അതല്ല ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യുന്നത്? നല്ല ശബ്ദമുള്ള ഇമാമാരാണെന്ന് നോക്കിയിട്ട് നമസ്കരിക്കാൻ പോകും. നല്ല ശബ്ദമുള്ള ഇമാമിൻ്റെ പിന്നിൽ നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ആ ശബ്ദം ആസ്വദിക്കുന്നത് മാത്രമായിരിക്കും ലക്ഷ്യം. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിലിരുന്ന് കുറേ തമാശയൊക്കെ പറഞ്ഞ് നേരം വെളുക്കുന്നവർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടും. അതല്ല ലൈലത്തുൽ ഖദ്റിൻ്റെ ഉദ്ദേശം. ഇബാദത്താണ്, അള്ളാഹുമായിട്ട് ഒറ്റക്കാവുക എന്നുള്ളതാണ്, ഖുശൂഅോടുകൂടി നമസ്കരിക്കുക എന്നുള്ളതാണ്. അതാണ് ലൈലത്തുൽ ഖദ്റിൽ ചെയ്യേണ്ടത്. തനസ്സലുൽ മലായികത്തു വറൂഹു, മലക്കുകൾ ഇറങ്ങി വരും. വറൂഹ്, റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം. ഫീഹ, ആ രാത്രിയിൽ ബിഇദ്നി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ അനുവാദത്തോടുകൂടി, മിൻ കുല്ലി അമ്ർ, എല്ലാ കൽപ്പനകളുമായി. അഥവാ നമ്മൾ പറഞ്ഞ പോലെ ഒരു വർഷത്തേക്കുള്ള കൽപ്പനകൾ അന്നാണ് കൈമാറുന്നത് മലക്കുകൾക്ക്. അപ്പോൾ ആ മലക്കുകൾ അന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഒരു വർഷത്തെ കാര്യങ്ങളുമായിട്ട്, കൽപ്പനകളുമായിട്ട്. സലാമുൻ, ആ രാത്രി സലാമാണ്. സലാം എന്ന് പറഞ്ഞാൽ സലാമത്ത് എന്നുള്ളതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? സുരക്ഷ, അഥവാ ഒരുവിധ അപകടങ്ങളുമില്ലാത്ത ദിവസമാണ്. ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക്, നല്ല ആളുകൾക്ക് അന്ന് പരിപൂർണമായ നന്മകൾ ലഭിക്കുന്ന രാത്രിയാണ്. ഹത്ത മത്ലഇൽ ഫജ്ർ, നേരം വെളുക്കുന്നത് വരെ. അപ്പോൾ ആ രാത്രിയുടെ ഫضل ഫജ്ർ വരെ ഉണ്ട് എന്നർത്ഥം. ആ രാത്രിയുടെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും ഈ 1000 ദിവസം 83 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമൊക്കെ അന്ന് ഫജ്ർ വരെ ഉണ്ടായിരിക്കും എന്നർത്ഥം. അപ്പോൾ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അടുത്ത വർഷം റമദാൻ വരെ ജീവിച്ചിരിക്കാനും ആരോഗ്യത്തോടു കൂടി റമദാൻ മാസവും ലൈലത്തുൽ ഖദ്റുമൊക്കെ ഉപയോഗപ്പെടുത്താൻ. ഇതാണ് സൂറത്ത് അൽ ഖദർ. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വമാണ് ഈ സൂറത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം ഒരു രാത്രിയെക്കുറിച്ച് ഒരു സൂറത്ത് മുഴുവൻ, വേറൊരു വിഷയമില്ല ഈ സൂറത്തിൽ, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് മാത്രം. അപ്പോൾ അത് ഈ രാത്രിയുടെ മഹത്വവും അതിൻ്റെ കൂടെ വിശുദ്ധ ഖുർആൻ്റെ മഹത്വവും മനസ്സിലാക്കി തരുന്ന സംഗതിയാണ്. അടുത്ത സൂറത്ത് സൂറത്തുൽ ബയ്യിന. സൂറത്തുൽ ബയ്യിനക്കും സൂറത്തുൽ ഖദറുമായിട്ട് ബന്ധമുണ്ട്. എന്താണ്? വിശുദ്ധ ഖുർആനെക്കുറിച്ച് സൂറത്തുൽ ബയ്യിനയിലും പറയുന്നുണ്ട്. തുടക്കത്തിൽ പറയുന്നത് വിശുദ്ധ ഖുർആനെക്കുറിച്ചാണ്. യത്ലു സുഹഫൻ മുതഹറ ഫിഹാ കുതുബുൻ ഖയ്യിമ, ഇതൊക്കെ വിശുദ്ധ ഖുർആനാണ്. എന്താണ് സൂറത്തുൽ ബയ്യിനയുടെ അടിസ്ഥാന ലക്ഷ്യം, മഖ്സദ് എന്ന് പറയുന്നത്? സൂറത്തുൽ ബയ്യിന തൗബീഖുൽ കാഫിരീൻ, കാഫിരീങ്ങളെ ആക്ഷേപിക്കുന്ന സൂറത്താണ്. മക്ക മുശ്രിക്കുകളും അതുപോലെ തന്നെ യഹൂദി നസാറാക്കളുമായിട്ടുള്ള എല്ലാവിധ കാഫിറുകളെയും അവർക്ക് ഒരു താക്കീതാണ് ഈ സൂറത്ത്. അതുപോലെ തന്നെ അവരുടെ പരിണിത ഫലം അവസാനം ആഖിബത്ത് എന്തായിരിക്കും എന്ന കാര്യം ഈ സൂറത്തിൽ പറയുന്നു. നമുക്ക് ഈ സൂറത്തിലെ ആയത്തുകൾ നോക്കാം. ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. അഹ്ലുൽ കിതാബിലും മുശ്രിക്കുകളിലും പെട്ട കാഫിറുകൾ, മുൻഫക്കീന, അവർ വേർപ്പെട്ടിട്ടില്ല, അവരൊരു അവസ്ഥയിൽ തന്നെ തുടർന്നു പോവുകയാണ്, ആ അവസ്ഥയിൽ നിന്ന് അവർ മാറിയിട്ടില്ല. ഹത്താ തഅതിയഹുമുൽ ബയ്യിന, ഒരു ബയ്യിനത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായ തെളിവ്,
ഒരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബയ്യിനതു അലൽ മുദ്ദഇ വൽ യമീനു അലാ മൻ അൻകർ. നമ്മൾ മുമ്പ് അർബഅൻ നബവിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ്. അൽ ബയ്യിന, തെളിവ് കൊണ്ടുവരേണ്ടത് അൽ മുദ്ദഇ, കേസ് കൊടുക്കുന്നവനാണ്. വൽ യമീനു അലാ മൻ അൻകർ, ആരാണോ പ്രതിയായിട്ടുള്ളത് ആ പ്രതി സത്യം ചെയ്താൽ മതി, കുറ്റം നിഷേധിക്കാൻ വേണ്ടിയിട്ട് സത്യം ചെയ്താൽ മതി. ഇത് ഇസ്ലാമിലെ കോടതി വ്യവഹാരങ്ങളുടെ അടിസ്ഥാനപരമായ നിയമമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ തെളിവ് കൊണ്ടുവരേണ്ടത്, അല്ല വല്ലാഹി ഇവൻ എൻ്റെ പൈസ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ എനിക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്താൽ വല്ലാഹി ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു, കഴിഞ്ഞ്. സത്യം ചെയ്താൽ മതി കുറ്റം നിഷേധിക്കാൻ. കുറ്റം ആരോപിക്കുന്നവൻ തെളിവ് കൊണ്ടുവരണം. ഇതാണ് ഇസ്ലാമിക കോടതിയുടെ അടിസ്ഥാനപരമായ നിയമമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അപ്പോൾ അവിടെ തെളിവിന് ഉപയോഗിച്ചത് ബയ്യിനത്താണ്, വ്യക്തമായ തെളിവ്. ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്. അപ്പോൾ അഹ്ലുൽ കിതാബും മുശ്രിക്കീങ്ങളുമായിട്ടുള്ള കാഫിറുകൾ അവരുടെ അവസ്ഥയിൽ നിന്ന് മാറിയിട്ടില്ല. ഹത്താ തഅതിയഹും അൽ ബയ്യിന, തെളിവ് കിട്ടുന്നത് വരെ. എന്താണ് തെളിവ്? റസൂലും മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള റസൂൽ, യത്ലു സുഹഫൻ മുതഹറ, പരിശുദ്ധമായ ഏടുകൾ പാരായണം ചെയ്യുന്നവനായ റസൂൽ. ആ റസൂൽ വരുന്നത് വരെ അവരവരുടെ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം? ഈ ആയത്തിൻ്റെ അർത്ഥം, തഫ്സീർ എന്താണെന്നുള്ളത് മുൻഗാമികൾ 4 അഭിപ്രായങ്ങൾ പറഞ്ഞ് കാണാൻ പറ്റും, അല്ലെങ്കിൽ മുഫസ്സിരിങ്ങൾ 4 തഫ്സീറുകൾ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഞാൻ 4ഉം പറയാം, എന്നിട്ട് നിങ്ങൾ ഇതിലേതാണ് ശരിയെന്ന് പറയണം. ഒന്നാമത്തെ അഭിപ്രായം, മക്കയിലെ മുശ്രിക്കുകളും യഹൂദികളും നസ്രാനികളും അവർ കുഫറിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവരിൽ ചില ആളുകൾ ആ അവസ്ഥയിൽ നിന്ന് മാറി, ആ കുഫറിൽ നിന്ന് അവർ മാറി. അതുവരെ അവർ അവരുടെ കുഫറിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായം, മക്കയിലെ മുശ്രിക്കുകളും യഹൂദികളും നസ്രാനികളും അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നബിയെ പറഞ്ഞേക്കാതെ വെറുതെ വിട്ടിട്ടില്ല. ഒരു നബിയെ പറഞ്ഞേക്കും, അവരിലേക്ക് ഉറപ്പായിട്ടും ഒരു നബിയെ പറഞ്ഞേക്കും. മറ്റൊരു അഭിപ്രായം, മക്ക മുശ്രിക്കുകളും ഈ പറഞ്ഞ അഹ്ലുൽ കിതാബും അവർ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോവുകയില്ല. മുൻഫക്കീന എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദുനിയാവിൽ നിന്ന് അവർ പിരിഞ്ഞു പോവുകയില്ല അള്ളാഹു ഒരു റസൂലിനെ പറഞ്ഞയച്ചിട്ടല്ലാതെ. 4ാമതൊരു അഭിപ്രായം ഉണ്ട്, ഞാൻ മറന്നുപോയി. ഈ 3 അഭിപ്രായങ്ങൾ തഫ്സീറുകളുണ്ട്, 4 ഉണ്ട്. ഈ 3 എൻ്റെ ഓർമ്മയിലുള്ളത്. ഒന്ന്, റസൂൽ വരുന്നത് വരെ അവർ കുഫറിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റസൂൽ വന്നപ്പോൾ ചില ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു, ചില ആളുകൾ കുഫറിൽ തന്നെ തുടർന്നു. അപ്പോൾ റസൂൽ വരുന്നത് വരെ എല്ലാവരും കുഫറിലാണ്. റസൂൽ വന്നപ്പോഴാണ് അവർ രണ്ടായത്. മറ്റൊരഭിപ്രായം, ഒരു റസൂലിനെ പറഞ്ഞേക്കാതെ അവരങ്ങനെ വെറുതെ വിടുക എന്നുള്ളത് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. ഒരു റസൂലിനെ പറഞ്ഞേക്കാതെ അവരെ അള്ളാഹു വെറുതെ വിടുകയില്ല. മുൻഫക്കീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അഭിപ്രായ പ്രകാരം ഉദ്ദേശിക്കുന്നത് അള്ളാഹു വെറുതെ വിടുക അവരെ എന്നാണ്. ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബിൽ മുശ്രിക്കീൻ മുൻഫക്കീൻ, അവരെ അള്ളാഹു വെറുതെ വിട്ടിട്ടില്ല ഒരു റസൂലിനെ പറഞ്ഞേക്കാതെ. അവരിലേക്ക് അള്ളാഹു ഒരു റസൂലിനെ എന്തായാലും പറഞ്ഞേക്കും എന്നർത്ഥം. 3ാമത്തെ അഭിപ്രായം, ഇവർ മരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു റസൂൽ വരും. അവിടെ പിരിഞ്ഞു പോകുന്നത് ദുനിയാവിൽ നിന്നാണ്. അവർ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുകയില്ല റസൂൽ വരാതെ. ഇതിലേതായിരിക്കും ശരി? 1ാമത്താണോ 2ാമത്താണോ 3ാമത്താണോ? 1, 2. അതായത് അള്ളാഹു വരെ വെറുതെ വിടുകയില്ല, ഒരു റസൂലിനെ തീർച്ചയായും പറഞ്ഞേക്കും. 1ാമത്തെ അഭിപ്രായം എന്തായിരുന്നു? റസൂൽ വരുന്നത് വരെ അവരെല്ലാവരും കുഫറിലായിരുന്നു. അതിനുശേഷമാണ് അവർ അവിടെ മുൻഫക്കീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിമും കാഫറുമായിട്ട് വേർതിരിഞ്ഞു. അതുവരെ അവർ വേർതിരിഞ്ഞിട്ടില്ല. റസൂൽ വരുന്നത് വരെ എല്ലാവരും കുഫറിലായിരുന്നു. അപ്പോൾ അതല്ല ശരി, 2ാമത്താണ് ശരി എന്നാണ് ഞങ്ങൾ പറയുന്നത്. വേറെ അഭിപ്രായം ഉണ്ടോ? അതന്നെ 1ാമത്തെ പറഞ്ഞിട്ടുള്ളത് തൊബരി അല്ല, ഇമാം വാഹിദി റഹിമഹുല്ലാഹ്, അതുപോലെ ഇമാം ഖുർത്തുബി, ഇബ്നു ഉസൈമീൻ, സഅദി, ഇവരൊക്കെ 1ാമത്തെ അഭിപ്രായം പറഞ്ഞവരാണ്. അപ്പോൾ മാറ്റണം. 2ാമത്തേതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ശരിയായിട്ട് പറയുന്നത്. ഞാനീ പറഞ്ഞതിൽ 2ാമത്തെ അഭിപ്രായം, അവരിലേക്ക് ഒരു റസൂലിനെ തീർച്ചയായും പറഞ്ഞേക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് 3
പരസ്പരം അടുത്ത് നിൽക്കുന്ന അഭിപ്രായങ്ങളാണ്. മൂന്ന് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നതാണ്, വ്യക്തമായ തെളിവില്ല ആർക്കും. അതുകൊണ്ടാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം വാഹിദി എന്ന് പറയുന്ന ഒരു മുഫസ്സിർ, അദ്ദേഹം 3 തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട്. അൽ വജീസ്, അൽ ബസീത്ത്, അൽ വസീത്ത് എന്ന് പറഞ്ഞാൽ 3 തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ആയത്ത് ഹാദിഹിൽ ആയ മിൻ അസ്അബി മാ ഫിൽ ഖുർആനി നദ്മൻ വ തഫ്സീറ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രയാസകരമായ തഫ്സീർ ചെയ്യാൻ, വിശദീകരിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരായത്താണ് ഈ ആയത്ത്. വഖദ് തഖബ്ബത ഫീഹൽ കിബാറു മിനൽ ഉലമ, കിബാറുകളായ ഉലമാക്കൾ ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് അടിപതറിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സംശയം വന്നാൽ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം. അഥവാ അള്ളാഹു അവരിലേക്ക് ഒരു റസൂലിനെ തീർച്ചയായും പറഞ്ഞേക്കും എന്ന് ഇബ്ൻ തൈമിയ്യ റഹ്മഹുല്ലാ തർജീഹ് ചെയ്തത് നമുക്ക് തൽക്കാലം സ്വീകരിക്കാം. ഇനി ഇതിൽ ഈ ആയത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ നിന്ന് ഉലമാക്കൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, അഹ്ൽ കിതാബിനെയും മുശ്രിക്കീങ്ങളെയും ഇവിടെ വേർതിരിച്ച് പറഞ്ഞു അല്ലേ. ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ. അപ്പോൾ അഹ്ൽ കിതാബ് എന്ന് പറഞ്ഞാൽ അവർ ശിർക്ക് ചെയ്യുന്നവരാണ്. ഇത്തഖദു അഹ്ബാറഹും റുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ റബ്ബുകളെ സ്വീകരിച്ചവരാണ്. പക്ഷേ അവരുടെ ശിർക്ക് അത് മുശ്രിക്കുകളുടെ ശിർക്കുമായിട്ട് വ്യത്യാസമുണ്ട്. അവർ വിഗ്രഹാരാധകരല്ല, മാത്രമല്ല അവർക്ക് കിതാബുണ്ട്. മക്ക മുശ്രിക്കുകൾക്ക് കിതാബില്ല. അതുകൊണ്ട് അവർക്ക് അഹ്ൽ കിതാബ് എന്നുള്ള പേര് അല്ലാഹു തആല വകവെച്ച് കൊടുത്തു. അവർ കുറച്ച് മെച്ചമാണ് മക്ക മുശ്രിക്കുകളെക്കാൾ. പക്ഷേ എല്ലാവരും മുശ്രിക്കുകൾ തന്നെയാണ്. അത് ഈ ആയത്തിൽ തന്നെ ഉണ്ട്, കഫറു മിൻ അഹ്ൽ കിതാബ് അല്ലദീന കഫറു മിൻ അഹ്ൽ കിതാബ് വൽ മുശ്രിക്കീൻ, അഹ്ൽ കിതാബും മുശ്രിക്കീങ്ങളുമായ കാഫറുകൾ എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ഈ 2 വിഭാഗത്തെയും വേർതിരിച്ച് പറഞ്ഞായി കാണാൻ പറ്റും. സൂറത്തുൽ ഹജ്ജിൽ ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബിഈന വന്നസാറ വൽമജൂസ വല്ലദീന അശ്റകു ഇന്നല്ലാഹ യഫ്സുലു ബൈനഹും യൗമൽ ഖിയാമ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അപ്പോൾ അവർ വ്യത്യസ്ത വിഭാഗങ്ങളാണ്. ആ വ്യത്യാസം അള്ളാഹു അംഗീകരിച്ചു കൊടുത്തു. എന്ന് മാത്രമല്ല അഹ്ൽ കിതാബിനെ വിവാഹം കഴിക്കാൻ അനുവദിച്ചിട്ടുണ്ട് മുസ്ലിമീങ്ങൾക്ക്. യഹൂദികളെയും നസ്രാനികളെയും വിവാഹം കഴിക്കാം. വൽ മുഹ്സനാത്തു മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും, നിങ്ങൾ മുമ്പ് കിതാബ് നൽകപ്പെട്ട മുഹ്സനാത്തായിട്ടുള്ള ചാരിത്രശുദ്ധിയുള്ള സൽസ്വഭാവിനികളായ സ്ത്രീകളെ വിവാഹം കഴിക്കാം. അപ്പോൾ എന്തുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ അങ്ങോട്ട് വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല? കാരണം വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീ പുരുഷൻ്റെ താഴെയാണ്. ضربallahu مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالح. നൂഹിൻ്റെയും ലൂത്തിൻ്റെയും ഭാര്യമാർ അവർ സാലിഹ്യങ്ങളായ 2 അടിമകളുടെ കീഴിലായിരുന്നു. അപ്പോൾ ഒരു മുസ്ലിം ഒരു കാഫറിൻ്റെ കീഴിലാവാൻ സാധിക്കുകയില്ല. മാത്രമല്ല ഇതിലുണ്ടാകുന്ന മക്കൾ കാഫറുകളായിട്ടാണ് വളരുക. നേരെ മറിച്ചോ ഒരു മുസ്ലിം ഒരു നസ്രാനിയത്തിനെ ഒരു ക്രിസ്ത്യൻ സ്ത്രീ വിവാഹം കഴിച്ചാലോ അതിലുണ്ടാകുന്ന കുട്ടികൾ മുസ്ലിം ആവുകയാണ്. അവർ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുകയാണ്. ഇത് വർഗീയതയും അക്രമമൊന്നുമല്ല, അവർക്കതാണ് നന്മ അല്ലേ. ഒരു സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ? മാത്രമല്ല ഈ ഉമ്മയും ഇസ്ലാം സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് ഭാവിയിൽ. ഈ ഭർത്താവിൻ്റെ സ്വഭാവം കണ്ട് ഇസ്ലാം സ്വീകരിച്ചാൽ അവരും സ്വർഗത്തിലാണ്. അപ്പോൾ ഇസ്ലാം ഹക്കാണോ എന്നാൽ ഈ നിയമത്തിൽ യാതൊരു ഇഷ്കാലുമില്ല. അല്ല എല്ലാം ഹക്കാണ് അല്ലെങ്കിൽ എല്ലാം ഹക്കാവാം ഇങ്ങനെയൊക്കെയുള്ള സെക്കുലർ ചിന്താഗതിയാണെങ്കിൽ അത് പ്രശ്നമാണ് ഈ നിയമം. അതല്ല ഹക്കൊന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിൽ യാതൊരു സംശയവുമില്ല. ഒരു കഥ പറയാറുണ്ട് ഉലമാക്കൾ, സംഭവിച്ച കാര്യമാണ്. ഒരിക്കൽ പല വിദേശ രാജ്യങ്ങളിലെയും പ്രതിനിധികളുടെ ഒരു സമ്മേളനം നടന്നു ഒരു ഇസ്ലാമിക രാജ്യത്ത്. അങ്ങനെ അവിടെ ആ സദസ്സിൽ ഇരിക്കുന്ന ഒരാൾ, അദ്ദേഹം മറ്റൊരു രാജ്യത്ത് നിന്ന് വന്നൊരു ആളാണ്, അഹ്ൽ കിതാബിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ ദീനിൽ ഞങ്ങളുടെ സ്ത്രീകൾ വിവാഹം കഴിക്കാം, നിങ്ങളുടെ സ്ത്രീകളെ നമുക്ക് വിവാഹം കഴിക്കാൻ പാടില്ല, എന്താണ് ഇങ്ങനെ ഒരു വിവേചനം? അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഷെയ്ഖ്, ഒരു ആലിം ആ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം മറുപടി പറഞ്ഞു, അതിന് കാരണം വളരെ ലളിതമാണ്. ഞങ്ങൾ മൂസ ഈസ അലൈഹിസ്സലാം ഈ 2 പേരിലും വിശ്വസിക്കുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 നബിമാരിലും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 3 നബിമാരുടെയും അനുയായികളായ സ്ത്രീകളെ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാം. നിങ്ങൾ വിശ്വസിക്കുന്ന നബിമാരുടെ സമുദായത്തിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുകയാണെങ്കിൽ, ഇപ്പോൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 2 വിഭാഗങ്ങളെയും അള്ളാഹു തആല വേർതിരിച്ചിട്ടുണ്ട്. അഹ്ൽ കിതാബ് അവർക്ക് കിതാബുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്ഥാനം ഉയർത്തിയിട്ടുണ്ട് മുശ്രിക്കുകളെക്കാൾ. എന്നാൽ എല്ലാവരും കാഫറുകളാണ്. അള്ളാഹു തആല ലം യകുനിൽ ലദീന കഫറു എന്നാണ് പറഞ്ഞത് ഇവരെക്കുറിച്ചെല്ലാം. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് പോലെ പണ്ഡിതന്മാരൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അൽ കുഫ്റു മില്ലത്തുൻ വാഹിദ. ഇവരൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും കുഫ്ർ എന്ന് പറയുന്നത് ഒറ്റ ദീനാണ്.
ഇസ്ലാം, കുഫർ, അങ്ങനെ രണ്ട് വിഭാഗമേ ഉള്ളൂ മനുഷ്യന്മാർ. ഇമാം അഹ്മദ് ഇമാം ഷാഫിഈ, അതുപോലെ ഇമാം അബു ഹനീഫ റഹിമഹുല്ലാ, ഈ രണ്ട് മദ്ഹബുകൾ, ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും അൽ കുഫ്റു മില്ലത്തുൻ വാഹിദ, കാഫറുകളെല്ലാം ഒരുപോലെയാണ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? മറ്റ് മദ്ഹബുകളിൽ രണ്ട് വിഭാഗമല്ല, എല്ലാവരും ഒന്നാണെന്നാണോ? അല്ല. മറ്റ് മദ്ഹബുകളിൽ ഓരോ മതങ്ങളും ഓരോ മില്ലത്താണ്. ഹിന്ദു വേറെ, ക്രിസ്ത്യൻ വേറെ, യഹൂദി വേറെ. ഷാഫിഈ, ഹനഫി ഈ രണ്ടുപേരുടെയും മദ്ഹബുകളിൽ മുസ്ലിം, ബാക്കിയുള്ള മതങ്ങളെല്ലാം ഒരുപോലെ. അപ്പോൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഈ രണ്ട് അഭിപ്രായം കൊണ്ട് എന്താണൊരു ഫലം? പ്രായോഗികമായിട്ട് എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട്? ഇജ്റാത്ത് എന്ത് ഇജ്റാത്താണ്? ഉദാഹരണം ജിസിയ അല്ലാഹു അലം. ജിസിയ ഏതൊക്കെ മദ്ഹബിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അറിയപ്പെട്ട മസല എന്താണ്? തവാറുസ്, അനന്തര സ്വത്ത്. അത് നമുക്കറിയാം. ലാ യരിസുൽ മുസ്ലിമു കാഫിറൻ, മുസ്ലിം കാഫിറിൻ്റെ സ്വത്ത് എടുക്കില്ല, മുസ്ലിമിൻ്റെ സ്വത്ത് കാഫിറിനും കൊടുക്കുകയില്ല മരിച്ചു കഴിഞ്ഞാൽ. അനന്തര സ്വത്ത് എടുക്കാനുള്ള ഷർത്താണ് ദീൻ ഒന്നാവണം എന്നുള്ളത്. പക്ഷേ ഈ അഭിപ്രായം ഉള്ള ആളുകൾ, അഥവാ അൽ കുഫ്റു മില്ലത്തുൻ വാഹിദ എന്ന അഭിപ്രായമുള്ള ആളുകൾ, ഷാഫി ഹനഫി മദ്ഹബിൻ്റെ ആളുകൾ, അവരുടെ അഭിപ്രായ പ്രകാരം യഹൂദിയായ ഒരാൾക്ക് നസ്രാനിയുടെ സ്വത്തെടുക്കാം. ഇസ്ലാമിക കോടതിയിൽ വന്നാൽ യഹൂദി പറയാണ്, എൻ്റെ മോൻ നസ്രാനി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ യഹൂദി ആയിട്ടുള്ളൊരു സഹോദരൻ പറയാണ്, ഞങ്ങളുടെ ഉപ്പ യഹൂദിയായിരുന്നു, എൻ്റെ അനിയൻ നസ്രാനിയായി പോയിട്ടുണ്ട്, ഉപ്പ മരിച്ചു, അതുകൊണ്ട് സ്വത്ത് അവന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വന്നാൽ, ഷാഫി ഹനഫി മദ്ഹബ് പ്രകാരമുള്ള കോടതിയാണെങ്കിൽ അൽ കുഫ്റു മില്ലത്തുൻ വാഹിദ കൊടുക്കണം എന്ന് പറയും. പക്ഷെ മാലിക്കി മദ്ഹബിൽ അങ്ങനെയില്ല, ഓരോരുത്തരും വേറെ പറയണം. അതുകൊണ്ട് അവർ ഈ കേസ് സ്വീകരിക്കും, സ്വത്ത് കൊടുക്കില്ല. അപ്പോൾ ഇതാണ് ഈ അഭിപ്രായത്തിൻ്റെ ഫലം. ഇമാം അഹ്മദിന് രണ്ട് റിവായത്തുണ്ട്, രണ്ട് അഭിപ്രായം ഇമാം അഹ്മദിനുണ്ട്. അതുപോലെ തന്നെ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു ഫായിദ, ഹത്താ തഅതിയഹും അൽ ബയ്യിന, ഒരു ബയ്യിനത്ത് എന്ന് പറഞ്ഞു, ഒരു വ്യക്തമായ തെളിവ് അല്ലാഹു അവരിലേക്ക് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ തെളിവ് എന്താണെന്നാണ് പറയുന്നത്? റസൂലും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു റസൂൽ. ഖുർആൻ എന്നല്ല പറഞ്ഞത്, റസൂൽ എന്നാണ് പറഞ്ഞത്. ഇത് റസൂലിൻ്റെ സുന്നത്തിൻ്റെ പ്രാധാന്യമാണ് മനസ്സിലാക്കി തരുന്നത്. അല്ല, അള്ളാഹു താല ഈ ലോകത്തുള്ള നിഷേധികൾക്കെതിരെയുള്ള ഹുജ്ജത്തായിട്ട് അവരല്ലാഹുവിലേക്ക് ക്ഷണിക്കാനുള്ള തെളിവായിട്ട് പറഞ്ഞയച്ചത് റസൂലിനെയാണ്. അപ്പോൾ റസൂലിൻ്റെ ജീവിതമാണ് തെളിവ്. റസൂലും മിനല്ലാഹി യത്ലു സുഹഫൻ മുത്തഹറ, ആ റസൂലാണ് പരിശുദ്ധമായ ഈ ഖുർആൻ ഓതി പഠിപ്പിക്കുന്നത്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ പ്രാധാന്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഫീഹ കുത്തുബുൻ ഖയ്യിമ, നേരെ ചൊവ്വയുള്ള രേഖകൾ ആ ഏടുകളിലുണ്ട്. അതാ വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഖയ്യിമത്താണ്. വിശുദ്ധ ഖുർആൻ്റെ നിയമങ്ങൾ നേരെയുള്ളതാണ്, നീതിയുള്ളതാണ്, ന്യായമുള്ളതാണ്. വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന, ഈ വ്യക്തമായ തെളിവ് ബയ്യിനത്ത് വന്നതിന് ശേഷമാണ് അവർ ഭിന്നിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിന്നുള്ള പ്രമാണമാണ്, തെളിവാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ഹക്കും ബാത്തിലും പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല അമ്പിയാക്കളെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോ ഉമ്മത്തിലേക്കും അല്ലാഹു അമ്പിയാക്കളെ നിയോഗിച്ചിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ അഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്, അല്ലാഹുവിനെ ആരാധിക്കുക, താഗൂത്തുകളെ, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളാണ് താഗൂത്ത് എന്ന് പറയുന്നത്, ഈ താഗൂത്തുകളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഉമ്മത്തിലേക്കും ഞാൻ റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ റസൂലിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? എന്തിനാണ് അല്ലാഹു നബിമാരെ പറഞ്ഞേക്കുന്നത്? അൻ അഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കുക, താഗൂത്തുകളെ ഉപേക്ഷിക്കുക എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ സൂറത്തുൽ അംബിയായിൽ അല്ലാഹു തആല പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ, നിനക്ക് മുമ്പ് ഒരു റസൂലിനെയും പറഞ്ഞയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ആരാധനയ്ക്ക് അർഹനായി ആരുമില്ല, ഫഅ്ബുദൂൻ, അതുകൊണ്ട് എന്നെ ആരാധിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആനിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ് സ്വയം പരിചയപ്പെടുത്താൻ വേണ്ടി. ഖുൽ ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, ഖുൽ ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, അള്ളാഹുവിന് മാത്രമായിക്കൊണ്ട് ഇബാദത്ത് സമർപ്പിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സൂറത്തുൽ അൻആമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അല്ലാഹു തആല പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പഠിപ്പിക്കുന്നു, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹീമ ഹനീഫ,
വമാ അന മിനൽ മുശ്രിക്കീൻ ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു. നമസ്കാരം, നോമ്പ് എല്ലാം അള്ളാഹുവിന് മാത്രമാണ്, ലാ ശരീക ലഹു, അവന് ഒരു പങ്കാളിയുമില്ല. അപ്പോൾ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിൻ്റെ ലക്ഷ്യം. എല്ലാ അമ്പിയാക്കളെയും അള്ളാഹു തആല പറഞ്ഞയച്ചത് ഇത് പഠിപ്പിക്കാനാണ്. ഇബാദത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രം. പക്ഷെ ഇന്ന് സുബ്ഹാനല്ലാഹ് മുസ്ലിം ആണ് എന്ന് പറയുന്ന ആളുകൾ തന്നെ ഈ കാര്യത്തിൽ തർക്കിക്കുന്നത് കാണാം. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ഈ ഇബാദത്തിൻ്റെ പരിധിയിൽ വരുന്ന പല കാര്യങ്ങളും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഇബാദത്ത് അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന് മാത്രം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. അതെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇബാദത്താവുന്ന പല കാര്യങ്ങളും പല ആളുകളോടും ചെയ്യുന്നു, പലരുടെയും മുന്നിൽ അത് വകവെച്ച് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവർ ഈ പറയുന്ന വാക്കിന് എന്താണ് പ്രയോജനം, എന്താണ് കാര്യം? ഏറ്റവും വലിയ ഇബാദത്താണ് ദുആ എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലാഹു തആല സൂറത്ത് ഗാഫിറിൽ പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ആരാണോ എനിക്ക് ഇബാദത്ത് ചെയ്യാതെ കിബ്ർ കാണിക്കുന്നത്, സയദ്ഖുലൂന ജഹന്നം, അവർ ജഹന്നമിൽ പ്രവേശിക്കും, ദാഖിരീൻ, നിന്ദ്യരായിക്കൊണ്ട്. ഇപ്പോൾ ദുആ ചെയ്യാൻ പറഞ്ഞു, എന്നിട്ട് ദുആ ചെയ്യാത്തവർ നരകത്തിൽ പോകുന്നല്ല, ഇബാദത്ത് ചെയ്യാത്തവർ നരകത്തിൽ പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ത് മനസ്സിലാക്കാം? ദുആ തന്നെയാണ് ഇബാദത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമാക്കി, അദ്ദുആഉ ഹുവൽ ഇബാദത്ത്, ദുആ അത് തന്നെയാണ് ഇബാദത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ പിന്നെ ആളുകളുടെ അടുത്ത സംശയം, ഇസ്തിഗാസ, ഞങ്ങൾ ചെയ്യുന്നത് ഇസ്തിഗാസയാണ്. എന്താണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ? ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ദുആയിനേക്കാളും വലുതാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പ്രയാസത്തിൽ പെട്ടു നിൽക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കാണ് ഇസ്തിഗാസ എന്ന് പറയാം. സാധാരണ പ്രാർത്ഥന പ്രയാസത്തിൽപ്പെട്ടവനും വലിയ പ്രയാസമില്ലാത്തവനും ഒക്കെ പ്രാർത്ഥിക്കും. പക്ഷെ അങ്ങേയറ്റത്തെ പ്രയാസത്തിൽ നിൽക്കുന്നവൻ്റെ പ്രാർത്ഥനക്കാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. ഇസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, യുദ്ധത്തിൽ ശത്രുക്കളുടെ ഇടയിൽ ജീവഭയം ഉള്ള സമയത്ത്, മരിക്കുമെന്ന് പേടിക്കുന്ന സമയത്ത് നടത്തിയ പ്രാർത്ഥനക്കാണ് ഇസ്തിഗാസ എന്ന് അല്ലാഹു തആല ഉപയോഗിച്ചത്. അല്ലാഹു തആല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തു. ഇസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫി മിനൽ മലായികത്തി മുർദിഫീൻ, മലക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ സഹായിക്കും, മലക്കുകൾ ഇറക്കിക്കൊണ്ട് നിങ്ങളെ സഹായിക്കും എന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തു ആ സന്ദർഭത്തിൽ. അപ്പോൾ ഈ ഇസ്തിഗാസ അത് ദുആയുടെ ഏറ്റവും വലിയ രൂപമാണ്. അപ്പോൾ ചില ആൾക്കാർ പിന്നെയും കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് അതൊന്നുകൂടി പരിഷ്കരിച്ച് വിശദീകരിക്കാൻ തുടങ്ങി. ഇസ്തിഗാസയല്ല, ഇത് സാധാരണ ഒരു ചോദ്യമാണ്, നമ്മളൊക്കെ അങ്ങോട്ടും കൂടി ചോദിക്കുന്നില്ലേ, അതുപോലെ ഒരു ചോദ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നിരവധി സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കും, അതുപോലെ തന്നെ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ ഉത്തരം ചെയ്യും, ഞാൻ അടുത്തുള്ളവനാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ളത് വ്യക്തമാണ് വിശുദ്ധ ഖുർആൻ കൊണ്ട്. അതുപോലെ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാണ്. അപ്പോൾ ഈ ആളുകൾ പറയുന്നൊരു ചോദ്യമുണ്ട്, നമ്മളൊക്കെ അങ്ങോട്ടോട് ചോദിക്കാറുണ്ടല്ലോ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ മഹാന്മാരോട് ചോദിക്കുന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം. അല്ലാഹു തആല പറയുന്നു, അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ എന്തും ചോദിക്കാൻ പാടുള്ളൂ. ഇയ്യാക നസ്തഈൻ. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ പരസ്പരം ചോദിക്കുന്നില്ലേ? ശരി, നമുക്ക് അങ്ങോട്ട് വരാം. നമ്മൾ പരസ്പരം ചോദിക്കുന്ന ചോദ്യം അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് പറയുന്ന ഈ ചോദ്യത്തിൽ പെടുകയില്ല എന്നുള്ളത് തർക്കമില്ല. ഞാൻ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ധാരാളം കാണാം സഹാബത്ത് പരസ്പരം ചോദിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സഹാബത്തിനോട് ചോദിച്ചതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പറയുന്നു അവർ ചോദിച്ചതൊക്കെ സാധാരണഗതിയുള്ള കാര്യങ്ങളാണ്, അസ്ബാബുകളുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്, കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറത്തുള്ളൊരു കാര്യം, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള ഒരു കാര്യം ഏതെങ്കിലും ഒരു സഹാബി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നബിയുടെ കൗമിൽപ്പെട്ട ഒരാൾ ആ നബിയോട് അല്ലെങ്കിൽ ഒരു സഹാബി നമ്മുടെ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതായി കാണാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ ഒരു കാര്യവും ചോദിക്കരുത് എന്ന് ഖുർആൻ കൽപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറയുന്നു, ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. അതിൽ നിന്ന് സാധാരണ സംഭവങ്ങൾ ചോദിക്കാം എന്നതിന് ഖുർആനിലും ഹദീസിലും തെളിവുണ്ട്. പിന്നെ മുസ്ലിമീങ്ങൾക്കാർക്കും തർക്കവുമില്ല, അതൊഴിവാക്കി. ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ ദുനിയാവിലെ അസ്ബാബുകൾക്കപ്പുറത്തുള്ള കാര്യങ്ങൾ അത് ചോദിക്കാം എന്നതിന് എന്താണ് തെളിവ്? ഇപ്പോൾ പൊതുവായി ഒരു കാര്യം വിലക്കി, നിങ്ങൾ ഈ കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അള്ളാഹു നമുക്ക് ഇളവ് ചെയ്തു തന്നു.
ഒന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കി തന്നു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ തന്നെ നിൽക്കുകയല്ലേ, ചോദിക്കാൻ പാടില്ല എന്നുള്ളത്. ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുല്ലാ അതുപോലെ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം കാണാൻ സാധിക്കും. ഒരു 8-10 ഇമാമിങ്ങളുടെ കൗലുകൾ കണ്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് വാദിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ, മുഅ്തസിലത്ത്. അവർക്ക് മറുപടി പറയുന്ന സമയത്ത് ഇമാമിങ്ങളെല്ലാം 4 മദ്ഹബിലും പെട്ട ഇമാമിങ്ങൾ, ഇമാം അഹ്മദും അതുപോലെ ഇബ്നു ഖുസൈമയും അങ്ങനെയുള്ള ഷാഫികളും ഹംബലികളും ഒക്കെ ആയിട്ടുള്ള ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൊരു വാദമാണ്, ഒരു തെളിവാണ് അവർക്കെതിരായിട്ട്. അഊദു ബി കലിമാത്തില്ലാഹി താമാത്ത് എന്നുള്ള ഹദീസ്. അഊദു ബി കലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹു സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളുടെയും ഷെറിൽ നിന്ന് അള്ളാഹുവിൻ്റെ പരിപൂർണമായ വചനങ്ങൾ, കലിമാത്തുകൾ കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു, കാവൽ തേടുന്നു. അപ്പോൾ ഇത് ഖുർആനാണ്. കലിമാത്തുല്ലാ എന്ന് പറയുന്നത് ഖുർആനാണ്, അല്ലെങ്കിൽ ഖുർആൻ അതിൽ പെടും എന്നതിൽ തർക്കമില്ല. അപ്പോൾ ഈ പണ്ഡിതന്മാർ ചോദിക്കുകയാണ് മുഅ്തസിലിയാക്കളോട്, അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ കൊണ്ട് രക്ഷ തേടിയല്ലോ, അപ്പോൾ അള്ളാഹിൻ്റെ കലിമാത്ത് മഖ്ലൂഖല്ല എന്ന് മനസ്സിലായില്ലേ? കാരണം മഖ്ലൂക്കായിരുന്നെങ്കിൽ മഖ്ലൂക്കിനോട് രക്ഷ തേടാൻ പറ്റൂലല്ലോ. അദ്ദേഹം പറയുകയാണ്, ഉദാഹരണത്തിന് അഊദു ബി അൽ കഅബ, കഅബയെ കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു എന്ന് പറയാൻ പറ്റുകയില്ല എന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾ ഏകോപിച്ചിട്ടില്ലേ? ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ് ചോദിക്കുകയാണ്. അദ്ദേഹം ഷാഫി മദ്ഹബുകാരനായ വലിയ ഇമാമാണ്, ഇമാമുൽ അഇമ്മ എന്നറിയപ്പെടുന്ന കുത്തുബ് സിത്ത എഴുതിയിട്ടുള്ള മിക്കവാറും ഷെയ്ഖുമാരൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അപ്പോൾ ഈ മുസ്ലിമീങ്ങൾ ഏകോപിച്ചിട്ടുള്ള കാര്യമാണ് കഅബയോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയാൻ പാടില്ല. കാരണം എന്താണ്? കഅബ മഖ്ലൂഖാണ്. അപ്പോൾ മനസ്സിലായില്ലേ കലിമാത്തുല്ലാ എന്ന് പറയുന്നത് മഖ്ലൂഖല്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഈ കഅബ എന്ന് പറയുന്നത് അതിനോടൊന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ മുസ്ലിമീങ്ങൾ ഇജ്മാ ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ ഇബ്നു ഖുസൈമ പറയുന്നത്. അതെന്ത് മനസ്സിലാക്കാം? സാധാരണഗതിയിൽ മനുഷ്യരും സൃഷ്ടികളും തമ്മിൽ ചോദിക്കുന്ന കാര്യങ്ങൾ അത് അനുവദനീയവും അതല്ലാത്ത മറ്റെല്ലാം വിലക്കപ്പെട്ടതാണ്, മറ്റെല്ലാം ശിർക്കാണ് എന്ന് ഈ പറഞ്ഞ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം കഅബയോട് സാധാരണഗതിയിലുള്ള ചോദ്യം ചോദിക്കാൻ പറ്റില്ലല്ലോ ഒരിക്കലും. നമ്മൾ പരസ്പരം ചോദിക്കുന്ന പോലെ കഅബയോട് ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ പിന്നെ കഅബയോട് ചോദിക്കാനുള്ളത് എന്താണ്? അസ്ബാബുകൾക്കപ്പുറത്തുള്ള ചോദ്യം മാത്രമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കഅബയോട് ചോദിക്കാൻ പാടില്ല, കാവൽ തേടാൻ പാടില്ല എന്നുള്ളതിൽ മുസ്ലിമുകൾക്ക് ഇജ്മാ ഉണ്ട് എന്നത് നിങ്ങൾക്കറിയില്ലേ അദ്ദേഹം ചോദിക്കുന്നത്. വ്യക്തമല്ലേ കാര്യം? അപ്പോൾ ഇത്രയും വ്യക്തമായ കാര്യമാണ് ഈ ആളുകൾ ചോദ്യം ചെയ്യുന്നത്. അവർ ഒരാളും പറഞ്ഞിട്ടില്ലാത്ത ഒരു വാദം കൊണ്ടുവരും, എന്നിട്ട് ഇത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതായത് ഇവർ പറയുന്ന ഈ വാദം അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് എന്ത് കഴിവും കൊടുക്കാമല്ലോ, അതുകൊണ്ട് നമുക്ക് ചോദിക്കാം എന്നുള്ള വാദം, അത് പറഞ്ഞാൽ അതിൻ്റെ ഒരു അനന്തരഫലം നിങ്ങൾ ആലോചിച്ച് നോക്ക്. വിഗ്രഹത്തോട് സഹായം തേടാം, ഒരു ബിംബം ഉണ്ടാക്കി വെച്ചിട്ട് അതിനോട് സഹായം തേടാം, ആവശ്യങ്ങൾ പറയാം. അപ്പോൾ അത് മുസ്ലിമീങ്ങളുടെ ഇജ്മാ ആണ് ഈ പ്രവൃത്തി കുഫ്റാണ്, ശിർക്കാണ് എന്നുള്ളത്, കഅബയാണെങ്കിൽ പോലും എന്നാണ് ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. അതാണ് നേരത്തെ പറഞ്ഞ ആയത്തുകളൊക്കെ. ഖുൽ ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹു അദ്ദീൻ. അതുപോലെ തന്നെ വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ ഷിർക്കിൽ നിന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പേടിച്ചിരുന്ന കാര്യമാണ്, വജുനുബിനി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, വിഗ്രഹാരാധനയിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും നീ കാത്തു രക്ഷിക്കണം എന്ന് അല്ലാഹു തആലയോട് ദുആ ചെയ്തിട്ടുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി റസൂലാണ്, മക്കൾ മുർസലീങ്ങളാണ്, എന്നിട്ടാണ് ഈ ദുആ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്ര പേടിക്കണം അല്ല. ചില ആളുകൾ പറയുന്നത് മുസ്ലിം ഉമ്മത്തിൽ ഷിർക്ക് സംഭവിക്കില്ല എന്നാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മത്ത് മുസ്ലിം ഉമ്മത്തായിരുന്നില്ലേ? അദ്ദേഹം പിന്നെ എന്തിനാണ് ദുആ ചെയ്തത്? സംഭവിക്കാത്തൊരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്തത്. അപ്പോൾ ഷിർക്ക് എന്ന് പറയുന്നത് അമലുകൾ പൊളിച്ചു കളയുന്ന കാര്യമാണ്, അത് പേടിക്കേണ്ടതുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിസ്ഥാനപരമായ ദൗത്യം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതിന് ശേഷം അഹ്ലു കിതാബിൻ്റെ സ്വഭാവം എന്തായിരുന്നു? അവരെന്താ ചെയ്തത്? വമാ തഫറഖ അല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹും അൽ ബയ്യിന. അവർക്ക് വ്യക്തമായ ഈ തെളിവ് അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതിന് ശേഷം അതിനുശേഷമാണ് അവർ ഭിന്നിച്ചത്. അഥവാ അതുവരെ അവർ അവരുടെ കുഫറിൽ മുന്നോട്ട് പോവുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവർ ഭിന്നിച്ചു, മുസ്ലിമും കാഫറുമായി മാറി. കുറച്ച് ആൾക്കാർ മുസ്ലിമായി, കുറച്ച് ആൾക്കാർ കാഫറായി. അധികം യഹൂദികളും നസ്രാണികളും ഇസ്ലാം സ്വീകരിച്ചു, ഭൂരിപക്ഷവും ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. മദീനയിലുണ്ടായിരുന്ന യഹൂദികൾ ബഹുഭൂരിപക്ഷവും ഇസ്ലാം സ്വീകരിച്ചു. അവരിൽപ്പെട്ട പ്രധാനിയാണ് അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു സലാം ഇസ്ലാം സ്വീകരിച്ചതിനെക്കുറിച്ച് ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി മദീനയിലെത്തി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അവ്വലമ ഖദിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ഇൻജഫല നാസു നഹ്വഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെത്തിയപ്പോൾ ആളുകൾ കൂട്ടമായി അദ്ദേഹത്തെ കാണാൻ പോവുകയാണ്. ഇപ്പോൾ മദീനയിൽ 3 യഹൂദി ഗോത്രങ്ങളുണ്ട് അല്ലേ? ബനു ഖൈനുഖാ, അവരാണ് മദീനയുടെ നടുവിലുള്ളത്, ബനു ഖൈനുഖാ.
അവരുടെ കൂട്ടാളികളാണ് ഹസ്റജ്. പിന്നെ ബനു നദീറും ബനു ഖുറൈദയും അവർ കുറച്ച് വിട്ടാണ്. അവാലി മദീനയിൽ നിന്ന് കുറച്ച് അകന്നിട്ടുള്ള സ്ഥലമാണ്. അവർ ഔസിൻ്റെ ആളുകളാണ്. മദീനയിലുള്ള അറബികൾ ഔസ് ഹസ്റജ് എന്നത് 2 ഗോത്രങ്ങളാണ്. ഈ ഹസ്റജിൻ്റെ ഹലീഫ് അവരുടെ സഖ്യകക്ഷിയാണ് ബനു കൈനുക. ഹസ്റജിൻ്റെ ഔസിൻ്റെ കക്ഷികളാണ്, അവരുടെ സുഹൃത്തുക്കളാണ് ബനു നദീറും ബനു ഖുറൈദയും. ഈ ഔസും ഹസ്റജും തമ്മിൽ കാലാകാലമായ യുദ്ധമാണ്. ഈ യുദ്ധം നിയന്ത്രിക്കുന്നത് യഹൂദികളാണ്. ഇവർ തമ്മിൽ അടുപ്പിക്കും, ഔസിനെയും ഹസ്റജിനെയും തമ്മിൽ. അതാണ് ഇവരുടെ പണി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അപ്പോൾ ആളുകൾ ഈ അടി നടക്കുന്ന സമയത്ത് ഔസ് ഹസ്റജ് തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ യഹൂദികൾ ഇവർ തമ്മിൽ അടുപ്പിക്കും. എന്നിട്ട് അവർ പരസ്പരം പറയും, യഹൂദികൾ തമ്മിൽ പറയും, ഇവർ തമ്മിൽ അടിക്കട്ടെ, നമുക്കൊരു നബി വരാനുണ്ട്. അവരുടെ കിതാബുകളുണ്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. നമ്മുടെ നബി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ തമ്മിലടിച്ച് ക്ഷീണിച്ച് കിടക്കുന്ന ഈ അറബികളെ തോൽപ്പിച്ചിട്ട് നമ്മൾ മദീന മുഴുവൻ പിടിച്ചടക്കും. ഇതായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ വന്ന് നോക്കുമ്പോൾ അവർ പ്രതീക്ഷിച്ചത് അവരെ പോലെ ബനു ഇസ്രായേലിൽ നിന്ന്, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിൽ നിന്ന് ഒരു നബി വരും, ഷാമിലോ മറ്റോ വരും, എന്നിട്ട് അദ്ദേഹം മദീനയിലെത്തും എന്നൊക്കെയായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ മക്കയിൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിൽ നബി ജനിക്കുകയും മദീനയിൽ വരികയും ഈ അറബികളുടെ കൂട്ടത്തിലാണ് വരുന്നത്. ഔസും ഹസ്റജുമാണ് മക്കയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച് കൊണ്ടിരുന്നത്. അതോടുകൂടി ഇവർ അവരുടെ കുഫറിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു, അസൂയ കാരണം. പക്ഷേ എന്നിട്ട് പോലും യഹൂദികളിലെ പ്രമുഖരായ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. യഹൂദികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആലിം, മദീനയിലെ ഏറ്റവും വലിയ ആലിം അബ്ദുല്ലാഹ് ഇബ്നു സലാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആളുകൾ അവിടുത്തെ കാണാൻ വേണ്ടി പുറപ്പെട്ടു, ഞാനും പോയി. ഫഇദാ വജ്ഹുഹു ലൈസ ബിവജ്ഹി കദ്ദാബ്. അദ്ദേഹം പറയാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി, അപ്പോൾ ഒരു കള്ളൻ്റെ മുഖമല്ല, കളവ് പറയുന്ന ഒരാളുടെ മുഖമല്ല അത്. അദ്ദേഹത്തിന് മനസ്സിലായി, ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. എന്നിട്ട് ആ ഹദീസിൽ കുറേ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളെ വിട്ടിട്ട് യഹൂദികളുടെ കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി പറഞ്ഞു, അവരുടെ കുറച്ച് നേതാക്കന്മാരെ. ഞാൻ അവരെ വിളിച്ചു വരുത്തി. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു സലാം പറഞ്ഞു കൊടുത്ത ഒരു പദ്ധതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഈ വന്ന യഹൂദികളോട് ചോദിച്ചു, അബ്ദുല്ലാഹ് ഇബ്നു സലാമിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഖൈറുന വബ്നു ഖൈറിന വ അഫ്ഖഹുന വബ്നു അഫ്ഖഹിന. അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പയും വളരെ മാന്യനായ ഒരാളായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള ആളാണ്. അഫ്ഖഹുന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനാണ്. വബ്നു അഫ്ഖഹിന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതൻ്റെ മകനുമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയും, ഷർറുന വബ്നു ഷർറിന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളാണ്, അയാളുടെ ഉപ്പയും വളരെ മോശമായിരുന്നു. അജ്ഹലുന വബ്നു അജ്ഹലിന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിഡ്ഢിയാണ്, അയാളുടെ ഒപ്പയും വിഡ്ഢിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ തെറി പറയാൻ തുടങ്ങി. അപ്പോൾ ഇത് യഹൂദികളുടെ സ്വഭാവമാണ്. ഇങ്ങനെയുള്ള സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കും, ഒപ്പം ഒന്നിച്ച് നടക്കുമ്പോൾ വളരെ നല്ല അഭിപ്രായവും വളരെ സ്നേഹമായിരിക്കും, തെറ്റിക്കഴിഞ്ഞാൽ അത്ര മോശപ്പെട്ട ഒരാൾ പിന്നെ ഉണ്ടാവില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു അസർ കാണാം, ലാ യകുൻ ഹുബ്ബുക കലഫൻ വലാ ബുഗ്ളുക തലഫൻ. നീ ഒരാളെ സ്നേഹിച്ചാൽ അതവന് ഭാരമാകരുത്, ഒരാളെ വെറുത്താൽ അതവൻ്റെ നാശവുമാകരുത്. അങ്ങനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാം, നക്കിക്കൊല്ല, തെറ്റിയാൽ ഞെക്കിക്കൊല്ല. ഇങ്ങനെ ആവരുതൊരു മുസ്ലിമിൻ്റെ സ്വഭാവം. ഏതായാലും അബ്ദുല്ലാഹ് ഇബ്നു സലാമിനെ കുറിച്ച് അവർ പറഞ്ഞ വാക്ക് അതാണ് പ്രസക്തമായ സംഗതി. അഫ്ഖഹുന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതൻ. അപ്പോൾ മദീനയിലെ യഹൂദികളുടെ കൂട്ടത്തിലെ മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള ആളുകൾ യഹൂദികളുടെ കൂട്ടത്തിലൊരു വലിയ ഇമാമായിരുന്നു, അമീറായിരുന്നു ഹുയൈ ഇബ്നു അഖ്തബ്, സഫിയ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച സഫിയ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ. അല്ല, ചില ആൾക്കാർ പറയാറുണ്ട്, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലെ യഹൂദികളുമായിട്ട് യുദ്ധം ചെയ്ത് അവരുടെ നേതാവിൻ്റെ മോളെ തട്ടിക്കൊണ്ടുപോയി, ഉപ്പയെ കൊന്നിട്ട് മോളെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയാറുള്ളത്. ഇവർ പറയുന്നത് കേട്ട തോന്നുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ത്രീയെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഉപ്പാനെ കൊന്ന് മോളെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെയല്ലല്ലോ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വഞ്ചിക്കുകയും അവരുമായി കരാറുണ്ടായിരുന്നു, പുറത്തുനിന്നുള്ള ശത്രുക്കൾ വരുമ്പോൾ ഒന്നിച്ച് നിൽക്കണമെന്നുള്ള ആ കരാർ ലംഘിച്ച് അവർ പുറത്തുനിന്ന് വന്ന ശത്രുക്കളുടെ കൂടെ നിന്ന് മദീനയിലെ ആളുകളെ കൊല്ലാനുള്ള ശ്രമം നടത്തി. സ്വാഭാവികമായിട്ടും ഏതൊരു ഭരണകൂടം എന്താ ചെയ്യുക, അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളൂ. അവർക്കെതിരെ യുദ്ധം ചെയ്തു, അവരവിടുന്ന് പുറത്താക്കി. ആ യുദ്ധത്തിൽ ഹുയൈ ഇബ്നു അഖ്തബ് എന്ന് പറയുന്ന ഇദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മോളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. അവരുടെ സമ്മതത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിച്ചു. ഈ ഹുയൈ ഇബ്നു അഖ്തബ് യഹൂദികളുടെ വലിയ നേതാവാണ്. സഫിയ റളിയല്ലാഹു അൻഹ പറയുന്നത് ഹദീസിൽ കാണാം, സ്വഹീഹായ ഹദീസിൽ കാണാം, ചെറുപ്പത്തിൽ അവർ ചെറുതായിരിക്കുന്ന സമയത്ത്
ഈ ഹുയൈ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അവരുടെ ഉപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോയി കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയ ഉടനെ ഹുയൈ ഇബ്നു അഖ്തബും അബൂ യാസിർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ, അത് സഫിയ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയും എളാപ്പയും രണ്ടുപേരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോയി. എന്നിട്ട് കണ്ട് അവർ തിരിച്ചു വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരുന്ന് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് രാവിലെ പോയിട്ട് രാത്രിയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ സഫിയ റളിയല്ലാഹു അൻഹ അവരോട് ചോദിച്ചു, എന്താണ് അഭിപ്രായം, എന്താ പറയുന്നത്? അപ്പോൾ ഇത് നബി തന്നെയാണ്, യാതൊരു സംശയവുമില്ല എന്നവർ പറഞ്ഞു. അവർക്ക് അറിവുണ്ട്, തൗറാത്ത് പഠിച്ചിട്ട് ആളുകളാണ്. അപ്പോൾ അവർ ചോദിച്ചു, അപ്പോൾ ഇനി വിശ്വസിക്കുകയല്ലേ, ഇസ്ലാം സ്വീകരിക്കുകയല്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഒരു അറബിയാണ്, അതുകൊണ്ട് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ അവരോട് ഏറ്റുമുട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഫിയ റളിയല്ലാഹു അൻഹ ചെറുപ്പത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തി അന്നു മുതൽ 7 വർഷത്തിന് ശേഷമാണ് പിന്നെ ഖൈബറിൽ യുദ്ധം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 7 വർഷം മുമ്പ് 7 വർഷക്കാലം അവരുടെ മനസ്സിൽ ഈമാനുണ്ട്, അവർക്കറിയാം, അവർ കലിമ ചൊല്ലിയിട്ടുണ്ടോയെന്നറിയില്ല, പക്ഷേ 7 വർഷം അവരുടെ മനസ്സിൽ യഖീനാണ് ഇത് നബിയാണെന്നുള്ള കാര്യം. അങ്ങനെയുള്ള ആളെയാണ് വിവാഹം കഴിക്കുന്നത്. അല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് രാവിലെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തട്ടിക്കൊണ്ടുപോയതൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ ഉപ്പ പറഞ്ഞ ഈ ഈമാൻ അവരുടെ മനസ്സിലുണ്ട്, അതവർ സ്വീകരിച്ചതാണ്, അതാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ മുസ്ലിമായി, പ്രമുഖരായ പല യഹൂദികളും ഇസ്ലാം സ്വീകരിച്ചു. കുറേ ആളുകൾ അവരുടെ ഈ അസൂയയും പകയും കാരണം, കിബർ കാരണം അവരുടെ കുഫറിൽ തന്നെ തുടർന്നു പോവുകയും ചെയ്തു. അതാണ് ഇവിടെ ഒമാ തഫറഖ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അവരുടെ ഫുർഖത്ത് എന്തായിരുന്നു? ഇസ്ലാം സ്വീകരിക്കാതെ കുഫറിൽ ഉറച്ചു നിന്നു എന്നുള്ളതായിരുന്നു. ഒമാ ഉമിറു, അവരോട് കൽപ്പിച്ചിട്ടില്ലായിരുന്നു, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ല, പ്രയാസമുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് എന്താണ്? ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവരോട് കൽപ്പിച്ചിട്ടുള്ളത്. ഹുനഫാക്കളായിക്കൊണ്ട്, അതാണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ, ഹനീഫിൻ്റെ ജമാണ് ഹുനഫ. ഹനീഫ് എന്ന് പറഞ്ഞാൽ മുസ്തഖീം, നേർക്ക് നേരെ, അല്ല ഷിർക്ക് ഒഴിവാക്കി തൗഹീദിൽ ഉറച്ചു നിൽക്കുക, ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് ചായ്വ് കാണിക്കുക, അതാണ് ഹുനഫ. വയുഖീമുസ്സലാത്ത, നമസ്കാരം നിലനിർത്തുക, വയുത്തു സക്കാത്ത, സക്കാത്ത് നൽകുക. ഇതാണ് അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ളൂ. ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, നമസ്കരിക്കുക, നോമ്പ് സക്കാത്ത് നൽകുക. വദാലിക ദീനുൽ ഖയ്യിമ, അതാകുന്നു നേരത്തെ പറഞ്ഞ കുത്തുബുൻ ഖയ്യിമ, നേർക്ക് നേരെയുള്ള ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞ ആ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന ദീൻ, ശരിയായ ദീൻ, അത് ഈ പറഞ്ഞ ദീനാകുന്നു. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൻ്റെ ഒരു ഖുലാസ, ചുരുക്കം ഈ ആയത്തിൽ കാണാം. എന്താണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, ഇഖ്ലാസോടുകൂടി നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക. ഇത് നമസ്കാരം, സക്കാത്ത് എന്നുള്ളത് ഉദാഹരണങ്ങളാണ്. നമസ്കാരം എന്ന് പറയുന്നത് പോലെ തന്നെ അള്ളാഹുവിനോടുള്ള എല്ലാ ഹക്കുകളും, അള്ളാഹുവുമായി ബന്ധപ്പെട്ട നോമ്പും ഹജ്ജും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സക്കാത്ത് എന്ന് പറയുന്നത് മഖ്ലൂക്കിനോടുള്ള ഹക്കുകളാണ്. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത്, ദീൻ എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. അള്ളാഹുവിനുള്ള ഹക്കുകൾ നിറവേറ്റുക, സൃഷ്ടികളോടുള്ള ഹക്കുകൾ നിറവേറ്റുക, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് രണ്ടും ഇഖ്ലാസോടു കൂടി ആയിരിക്കുക. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന, ഇനി ഈ നിഷേധികളായ ആളുകളെ താക്കീത് ചെയ്യുകയാണ്. അവരുടെ നിഷേധത്തിൻ്റെ റിസൾട്ട് എന്താണ്? ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിലും അഹ്ൽ കിതാബിലും പെട്ട നിഷേധികൾ ഫിനാരി ജഹന്നമ ഖാലിദീന ഫിഹ, അവർ നരകത്തിലായിരിക്കും. ഖാലിദീന ഫിഹ, ശാശ്വതരായിക്കൊണ്ട്. ആലോചിച്ച് നോക്കൂ, നരകം എന്ന് പറയുന്നത്, നരകത്തിൽ ശാശ്വതരായി കഴിയുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ അദാബാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ പൊള്ളലേറ്റാൽ നമുക്കത് സഹിക്കില്ല. അപ്പോൾ ശാശ്വതരായിട്ട് നരകത്തിൽ കഴിയേണ്ടി വരും. അതാണ് കുഫറിൻ്റെ ഫലം. ഉലായികഹും ഷർറുൽ ബരിയ, അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവർ. ബരിയത്ത് എന്ന് പറഞ്ഞാൽ ബറഅ എന്നുള്ള ഫിഅലിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ബറഅ എന്ന് പറഞ്ഞാൽ ഖലഖ, സൃഷ്ടിച്ചു, ഏകദേശം. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് ബരിയത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ വെച്ച് ഏറ്റവും മോശം. മനുഷ്യൻ പെട്ടു, മൃഗങ്ങൾ പെട്ടു, നിർജീവ വസ്തുക്കൾ പെട്ടു, ഇതിലെല്ലാം ഏറ്റവും മോശപ്പെട്ടത് ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ. അപ്പോൾ അവരുടെ സ്ഥാനം അതാണ്. അല്ലാഹു തആല സൂറത്ത് അൻഫാലിൽ പറഞ്ഞതുപോലെ, ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹി അല്ലദീന കഫറു ഫഹും ലാ യുഅ്മിനൂൻ. ദവാബ് എന്ന് പറഞ്ഞാൽ ജീവികൾ. ജീവികളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശമായത് അല്ലദീന കഫറു, കാഫിറുകളാണ്. ഫഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇവിടെ നരകശിക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖാലിദീന ഫീഹ എന്നാണ് പറഞ്ഞത്, അബദൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത ആയത്തിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിലായിരിക്കും ഖാലിദീന ഫീഹ അബദൻ എന്ന് പറയുന്നുണ്ട്, ശാശ്വതരായിക്കൊണ്ട്. അപ്പോൾ ഖാലിദീൻ എന്ന് പറഞ്ഞാൽ തന്നെ ശാശ്വതരാണ്. അബദൻ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഉറപ്പിച്ചു. അപ്പോൾ കാഫിറുകളുടെ കാര്യത്തിൽ ഉറപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഉറപ്പില്ലാത്തതുകൊണ്ടാണോ? അല്ല, ഉറപ്പ് തന്നെയാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ ഗളബിനേക്കാൾ, കോപത്തേക്കാൾ വലുതാണ്. അപ്പോൾ
ആ വാക്ക് അള്ളാഹു ഉപേക്ഷിച്ചു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. പക്ഷേ ഖുർആനിൽ അള്ളാഹു അങ്ങനെ ഒരു പ്രയോഗം ഒഴിവാക്കി, അബദൻ എന്നുള്ള വാക്ക് ഒഴിവാക്കിയെന്ന് മാത്രം. അത് അവരോടുള്ളൊരു റിഫ്ക്കാണ്. അവരെ പേടിപ്പിക്കുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ച് റിഫ്ക്ക് കാണിച്ചു അവരോട്. ഉലൈക ഹും ശർറുൽ ബരിയ്യ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈമാനും അമലു സ്വാലിഹാത്തുമുള്ളവർ ഉലൈക ഹും ഖൈറുൽ ബരിയ്യ, അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും നല്ലവർ. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടി ആരാണ്? അത് മുസ്ലിമായ ഒരു വ്യക്തിയാണ്. ഏറ്റവും മോശപ്പെട്ട സൃഷ്ടി ആരാണ്? കാഫിറാണ്. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ ഒരു മസല ചർച്ച ചെയ്തിട്ടുണ്ട്. മലക്കുകളാണോ അതോ സ്വാലിഹ്യങ്ങളായ മനുഷ്യരാണോ കൂടുതൽ അഫ്ളൽ എന്നത്. അതിൽ പല അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് സമറത്തില്ല, ഇതിലേത് അഭിപ്രായം ശരിയായാലും നമുക്ക് അമൽ ചെയ്യാനൊന്നുമില്ല. പക്ഷേ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിലൊരു സുൽഹുണ്ടാക്കിയിട്ടുണ്ട് ഈ രണ്ട് വിഭാഗത്തിൻ്റെ ഇടയിൽ. ഇബ്നു തൈമിയ്യ പറയുന്നത് തുടക്കം വെച്ച് നോക്കുമ്പോൾ മലക്കുകളാണ് അഫ്ളൽ, ജീവിതത്തിൻ്റെ തുടക്കകാലം വെച്ച് നോക്കുമ്പോൾ. കാരണം മലക്കുകൾ അവർ സൃഷ്ടിക്കപ്പെട്ടത് മുതലേ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ്. നമ്മൾ പല മാസിയത്തുകളും ചെയ്യുന്നുണ്ട്. എന്നാൽ അവസാനം വെച്ച് നോക്കുമ്പോൾ മുഅ്മിനീങ്ങളാണ് കൂടുതൽ അഫ്ളൽ. കാരണം സ്വർഗ്ഗത്തിലെത്തിക്കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾക്കായിരിക്കും കൂടുതൽ സ്ഥാനം. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിൻ്റെയും തെളിവുകൾക്ക് തൃപ്തിയായി. രണ്ട് വിഭാഗത്തിൻ്റെയും തെളിവുകളും തള്ളുന്നില്ല. നിങ്ങൾ മലക്കുകളാണ് അഫ്ളൽ എന്നുകൊണ്ട് കുറേ ആയത്തും ഹദീസും കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സ്വീകരിച്ചു. പക്ഷെ അതിൻ്റെ ഉദ്ദേശം തുടക്കം എന്നുള്ളതാണ്. ഇപ്പുറത്ത് മനുഷ്യരാണ്, സാലിഹ്യങ്ങളായ മനുഷ്യരാണ് ഉത്തമം എന്ന് പറയുന്ന കുറേ ആയത്തും ഹദീസും ഉണ്ട്. അതും നമ്മൾ അംഗീകരിച്ചു. പക്ഷെ അത് സ്വർഗ്ഗത്തിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞ് പ്രശ്നം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പരിഹരിച്ചിട്ടുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ നൂറുൻ അല ദർബ് എന്ന് പറയുന്ന ഒരു റേഡിയോ പ്രോഗ്രാമായിരുന്നു, അത് പിന്നീട് കിതാബായി മാറിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മുസ്ലിം ഒരിക്കലും ഒരു കാഫിറിൻ്റെ മുന്നിൽ ദില്ലത്ത് കാണിക്കരുത്. ഞാനൊരു കുറവുള്ളവനാണ്, ഇവൻ വലിയവനാണ് എന്നുള്ള ചിന്ത ഉണ്ടാകരുത്. കാരണം ഭൗതികമായി എത്ര കുറവുകളുള്ള മുസ്ലിമാണെങ്കിലും ഖൈറുൽ ബരിയ്യ, സൃഷ്ടികൾ ഏറ്റവും ഉത്തമനാണ് നീ. അതുപോലെ തന്നെ മുമ്പിലിരിക്കുന്ന ഈ നിഷേധി എത്ര സമ്പത്തോ അധികാരമോ സ്ഥാനമോ ഉള്ളവനാണെങ്കിലും ഷർറുൽ ബരിയ്യ, സൃഷ്ടികൾ ഏറ്റവും മോശപ്പെട്ടവരാണ്. അതുകൊണ്ട് ഒരു നിഷേധിയുടെ മുന്നിൽ ഒരു ദില്ലത്ത് ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ തോന്നിപ്പോകുക. അതിൽ ചില ആൾക്കാരെ അവസ്ഥ കണ്ട വിഷമം തോന്നും. എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ ഒരാളുടെ മുന്നിൽ പോയിട്ട് നീ റുക്കൂ ചെയ്യാനേ ബാക്കിയുള്ളൂ, ബാക്കിയുള്ള വിനയമൊക്കെ കാണിക്കും. ആവശ്യത്തിന് മനസ്സിലൊരിക്കലും ഒരു ദില്ലത്ത് നമുക്ക് തോന്നരുത്. അത്യാവശ്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ബഹുമാനത്തിൻ്റെ വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ മനസ്സിൽ ഈ ബോധമുണ്ടാവണം, ഒരു മുഅ്മിനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതൻ എന്നുള്ളത്. അതുകൊണ്ടാണ് മുമ്പ് നമ്മൾ പറഞ്ഞ ആയത്ത് വിവാഹത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു തആല എന്താ പറഞ്ഞത്? വലാ തൻകിഹുൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിൻ വല അമത്തുൻ മുഅ്മിനത്തുൻ ഖൈറു മിൻ മുശ്രിക്ക. ഒരു മുശ്രിക്കത്തിനേക്കാൾ നല്ലത് അടിമയായൊരു മുസ്ലിമാണ്. അടിമ എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് അടിമകൾ അധികവും കറുത്തവരായിരിക്കും. കാരണം ജാഹിലിയത്തിലുണ്ടായിരുന്ന അടിമകൾ അധികവും കറുത്തവരായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അടിമയായിട്ടുള്ള ഒരു സ്ത്രീയാണ് മുശ്രിക്കായ സ്ത്രീയേക്കാൾ നല്ലത്. വലു അജബത്ക്കും, വളരെ ഭംഗിയുള്ള മുശ്രിക്കത്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മുശ്രിക്കത്താണെങ്കിലും. അതുപോലെ വലാ തുൻകിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനു, മുശ്രിക്കുകൾക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കരുത് ഹത്താ യുഅ്മിനു, മുസ്ലിമാകുന്നത് വരെ, മുഅ്മിനാകുന്നത് വരെ. വല അബ്ദുൻ മുഅ്മിനുൻ ഖൈറു മിൻ മുശ്രിക്, അടിമയായൊരു മുഅ്മിനാണ് ഒരു മുശ്രിക്കിനേക്കാൾ നല്ലത്. വലു അജബക്കും, അവരെ കണ്ടാൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടം തോന്നിയാലും. അപ്പോൾ എത്ര സമ്പന്നനായ ലക്ഷങ്ങളും കോടികളും കയ്യിലുള്ള ഒരു മുശ്രിക്കാണ് ഇപ്പുറത്ത് കൂലിപ്പണി എടുക്കുന്ന ഒരു മുസ്ലിമാണെങ്കിൽ അവനാണ് ഖൈറുൽ ബരിയ്യ എന്ന് പറയുന്നത്. ആ ബോധം ഉണ്ടാവണം എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ജസാഉഹും, ഇനി ഈ ഖൈറുൽ ബരിയ്യത്തായിട്ടുള്ള സൃഷ്ടികളിൽ ഉത്തമരായിട്ടുള്ള മുഅ്മിനീങ്ങളുടെ പ്രതിഫലം എന്താണ്? ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുക്കൽ ജന്നാത്തു അദ്ൻ. ജന്നാത്ത് എന്ന് പറഞ്ഞാൽ തോട്ടങ്ങൾ അല്ലെ, സ്വർഗ്ഗത്തിലെ വീടുകൾ തോട്ടങ്ങളുടെ നടുവിലാണ്. ഇപ്പോൾ ദുനിയാവിൽ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താണ്? സിറ്റികളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടാകും, പക്ഷേ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത് കുറച്ച് പച്ചപ്പുള്ള സ്ഥലത്താണ് അല്ലെ, റിസോർട്ടുകൾ. എന്താണ് റിസോർട്ടുകൾ ഉണ്ടാകാൻ കാരണം? അത് പച്ചപ്പും അരുവികളും ഇതൊക്കെയാണ് മനുഷ്യന് ഇഷ്ടപ്പെടുന്നത്. ജന്നാത്തു അദ്ൻ, അങ്ങനെയുള്ള വലിയ തോട്ടങ്ങളാണ്. അദ്ൻ എന്ന് പറഞ്ഞാൽ അൽ ഇഖാമത്തു ദായിമ, സ്ഥിരമായ താമസം. ജന്നാത്തു അദ്ൻ, സ്ഥിരതാമസത്തിൻ്റെ തോട്ടങ്ങൾ അല്ലെ. ദുനിയാവിലിപ്പോൾ കുറേ പൈസയൊക്കെ മുടക്കി വേറെ രാജ്യത്തൊക്കെ പോയി അവിടെ ഒരു റിസോർട്ടിൽ താമസിച്ചു 2 ദിവസം 4 ദിവസം, എത്ര ദിവസം താമസിക്കും? ഇനി ജീവിതകാലം മുഴുവനും ഒരു വലിയ കൊട്ടാരം വാങ്ങി ഒരു തോട്ടത്തിൻ്റെ നടുവിലൊക്കെ പോയി ജീവിച്ചു, എത്ര കാലം ആയുസ്സുണ്ടാവും? സ്വർഗത്തിൽ ജന്നാത്തു അദ്ൻ, സ്ഥിരതാമസത്തിൻ്റെ സ്വർഗത്തോപ്പുകൾ. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നുണ്ട്. ഖാലിദീന ഫീഹ അബദൻ, അതിലവർ ശാശ്വതരായിരിക്കും. അല്ലെ, സ്വർഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. സ്വർഗം എന്ന് പറയുന്നിടത്തൊക്കെ അധിക സ്ഥലത്തും
വളരെ കുറച്ച് സ്ഥലങ്ങളെ ഒഴിവുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ ഖാലിദീന ഫിഹ അബദ. കാരണം എന്താ? ദുനിയാവിൽ എല്ലാ സുഖങ്ങളും കിട്ടിയ ഒരാൾക്കും ഇല്ലാത്തതാണിത്. ദുനിയാവും ആഖിറത്തും തമ്മിൽ ഏറ്റവും വലിയ വ്യത്യാസം ഇതാണ്, ഖുലൂദ്. അവിടെ ശാശ്വതമാണ്. ഇവിടെ എത്ര സമ്പാദിച്ചാലും ഒന്നുകിൽ നമ്മൾ ആ സമ്പാദ്യത്തെ പിരിഞ്ഞു പോകും, അല്ലെങ്കിൽ ആ സമ്പാദ്യം നമ്മളെ പിരിഞ്ഞു പോകും. സമ്പാദ്യം നമ്മൾ പിരിഞ്ഞു പോയപ്പോഴാണ് കയ്യിൽ നിന്ന് പോകും, ദാരിദ്ര്യം വരും. നമ്മളതിനെ പിരിഞ്ഞു പോയപ്പോഴാണ് മരിക്കുമ്പോൾ. അപ്പോൾ മരണമില്ലാത്ത സുഖം ദുനിയാവിലില്ല. എന്നാൽ സ്വർഗത്തിലോ, സ്വർഗാവകാശികളോട് അല്ലാഹു തആല പറയുന്നൊരു വാക്ക് ഹദീസിൽ കാണാം, യാ അഹ്ലൽ ജന്ന ഇന്ന ലക്കും അൻ തഹ്യൂ ഫലാ തമൂതു. നിങ്ങൾ ജീവിക്കുക, നിങ്ങൾക്കിനി മരണമില്ല. വ അൻ തസിഹു ഫലാ തസ്ഖമു. നിങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കുക, നിങ്ങൾക്കിനി രോഗമില്ല. വ അൻ തശിബ്ബു ഫലാ തഹ്റമു. നിങ്ങൾ യുവാക്കളായിരിക്കുക, നിങ്ങൾക്ക് വാർദ്ധക്യമില്ല. ഇത് ദുനിയാവിലില്ലല്ലോ. അതുപോലെ മരണത്തെ സ്വർഗത്തിൽ കൊണ്ടുവരും, പരലോകത്ത് വെച്ച് കൊണ്ടുവരും. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ ഒരാടിൻ്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവരും, ഹദീസിൽ കാണാം. എന്നിട്ട് അതിനെ അവിടെ വെച്ച് അറക്കും. എന്നിട്ട് വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ഫലാ മൗത്ത്, യാ അഹ്ലൻ നാർ ഖുലൂദുൻ ഫലാ മൗത്ത്. സ്വർഗാവകാശികളെ ഇനി മരണമില്ല. അതുപോലെ നരകാവകാശികളോടും പറയപ്പെടും. അല്ലാഹു തആല നമ്മെ സ്വർഗാവകാശികൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖാലിദീന ഫീഹ അബദൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, സ്വർഗാവകാശികൾ. ഇപ്പോൾ ഈമാനും അമൽ സാലിഹാത്തുമുള്ള ആളുകളെ അള്ളാഹു തൃപ്തിപ്പെട്ടു കഴിഞ്ഞു. വറളു അൻഹു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെടും. ദാലിക ലിമൻ ഖശിയ റബ്ബ. ഈ പറഞ്ഞ പ്രതിഫലം സ്വർഗം ലിമൻ ഖശിയ റബ്ബഹു, തൻ്റെ റബ്ബിനെ ഭയപ്പെട്ടവർക്കുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനോടുള്ള ഭയമാണ് പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴി. അള്ളാഹിനെ പേടിക്കുക, അള്ളാഹുവിനോടുള്ള ഭയം, പേടി നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ ആയത്ത് വിശദീകരിച്ച് റാസി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞ ഒരു ഫായിദ കാണാം. സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു തആല ഉലമാക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ എന്നാണ് പറഞ്ഞത്. ഉലമാക്കളാണ് അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞു. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ദീനിയായ ഇൽമുള്ള ആളുകൾ, ശർഈയായ ഇൽമുള്ള ആളുകൾ. ഇവിടെ എന്താണ് പറഞ്ഞത്? സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദാലിക ലിമൻ ഖശിയ റബ്ബ, റബ്ബിനെ പേടിച്ചവർക്കാണ് സ്വർഗമുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് എന്ത് മനസ്സിലാക്കാം? ഇൽമാണ് സ്വർഗത്തിലേക്കുള്ള വഴി. അങ്ങനെ ഇൽമുണ്ടായാൽ ഖശിയത്തുണ്ടാകും, ഖശിയത്തുണ്ടായാൽ സ്വർഗമുണ്ടാകും. അപ്പോൾ സ്വർഗം കിട്ടാനുള്ള വഴി എന്ന് പറയുന്നത് ദീൻ പഠിക്കുക എന്നുള്ളതാണ്, ശർഈയായ ഇൽമു നേടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് വ്യക്തമാണ്. ഹദീസുകളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായി കൊടുക്കും. അത് ഈ രണ്ട് ആയത്തുകൾ യോജിപ്പിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇൽമിൻ്റെ ഏറ്റവും വലിയ ഫضലാണ്. അതുപോലെ തന്നെ ഇൽമു പഠിക്കുമ്പോഴുള്ള നിയ്യത്തും അതായിരിക്കണം, സ്വർഗത്തിലെത്തുക, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുക. ആ നിയ്യത്ത് മനസ്സിൽ വെച്ചാൽ നമുക്ക് ഇൽമു പഠിക്കാൻ അതൊരു പ്രചോദനമാവും. അല്ലെ, നമ്മൾ നിർത്തിപ്പോകില്ല. കാരണം നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്വർഗമാണ്. അല്ലെ, പല ആൾക്കാരും ദീൻ പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പരിശ്രമിച്ച് തുടങ്ങും. പിന്നെ നിർത്താനുള്ള കാരണം എന്താണ്? നമുക്കൊരു പ്രേരണ ഉള്ളിൽ നിന്ന് വരുന്നില്ല, ഒരു പ്രചോദനമില്ല. ഈ കാര്യം ഓർത്താൽ മതി. അല്ലെ, നമ്മൾ പഠിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ്. മറ്റ് ചില ആളുകൾ നിർത്തി ഈ പരിശ്രമം ഉപേക്ഷിക്കാൻ, ഇൽമു പഠനം നിർത്താനുള്ളൊരു കാരണം എന്താണ്? മനസ്സിലാകുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ഹിഫ്ളാക്കാൻ കഴിയുന്നില്ല. അതൊന്നും യഥാർത്ഥത്തിൽ തടസ്സങ്ങളല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത് യൽതമിസു ഇൽമൻ, ഇൽമ അന്വേഷിക്കുകയാണ്. ഇൽമ കിട്ടിയെന്നല്ല പറയുന്നത്. ആരാണോ ഇൽമ പഠിച്ച് ഒരു ആലിമായി മാറിയത് അവൻ സ്വർഗത്തിലെത്തും എന്നല്ല പറഞ്ഞത്. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, ഇൽമ അന്വേഷിച്ച് ഒരു വഴിയിൽ പ്രവേശിച്ചു, അത്രേ ഉള്ളൂ. ആ വഴിയിൽ അവൻ വിജയിച്ചിട്ടുണ്ടോ, ഇൽമ നേടിയിട്ടുണ്ടോ, ആലിമായിട്ടുണ്ടോ, ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ആയാലും ആയിട്ടില്ലെങ്കിലും സഹല അല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. അപ്പോൾ സ്വർഗം കിട്ടുകയാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള നിയത്തോടു കൂടി ദീൻ പഠിക്കാൻ ശ്രമിക്കുക. അതും ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം എന്നാണ് റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത്. ഇത്രയുമാണ് ഈ സൂറത്തിൻ്റെ തഫ്സീർ. ഈ സൂറത്തിന് ബയ്യിന എന്നുള്ള പേരുണ്ട്. അതുപോലെ തന്നെ ലം യകുനില്ലദീന കഫറു എന്നുള്ള പേരുണ്ട്. ഈ സൂറത്തിൻ്റെ ഒരു പേരായിട്ട് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചിരിക്കുന്നു താങ്കളുടെ മേൽ, താങ്കളുടെ അടുത്ത് ലം യകുനില്ലദീന കഫറു എന്നുള്ള സൂറത്ത് ഓതി തരാൻ വേണ്ടി എന്ന് പറഞ്ഞു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എൻ്റെ പേര് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടോ? അസമ്മാനി, എൻ്റെ പേരെടുത്ത് പറഞ്ഞുവോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കരയുകയുണ്ടായി. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേരാണ് ലം യകുനില്ലദീന കഫറു എന്നുള്ളത്. അപ്പോൾ ഈ സൂറത്തിൻ്റെ ഖുലാസ എന്ന് പറയുന്നത്, ചുരുക്കം എന്ന് പറയുന്നത്, ഖുർആൻ നിഷേധിച്ച്, ഖുർആനിൽ വിശ്വസിക്കാതെ നിഷേധിച്ചിട്ടുള്ള നിഷേധികൾക്കുള്ള താക്കീതാണ്. ആ താക്കീതിൻ്റെ കൂടെ
അവർക്ക് പരലോകത്ത് കിട്ടാനുള്ള ശിക്ഷയെക്കുറിച്ച് കൂടി പറഞ്ഞു. അത് താക്കീതിൻ്റെ ഭാഗമാണ്. പിന്നെ സ്വാഭാവികമായും ഖുർആൻ്റെ ശൈലിയാണ് മഥാനി, അല്ലെ, നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ സ്വർഗ്ഗത്തെക്കുറിച്ച് പറയും. അപ്പോൾ അവർക്ക് നരകമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്വർഗ്ഗാവകാശികളെക്കുറിച്ച് വിശദീകരിച്ചു. ഇത്രയുമാണ് ഈ സൂറത്തിൻ്റെ ചുരുക്കം. ഇവിടെ എന്തുകൊണ്ടാണ് നരകത്തെയും സ്വർഗ്ഗത്തെയും കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നം, പിന്നെയാണ് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സ്വർഗ്ഗത്തെക്കുറിച്ച് രണ്ടാമതാണ് പറയുന്നത്. ആദ്യം നരകത്തെക്കുറിച്ച് പറഞ്ഞു. എന്താണ് കാരണം? സൂറത്തിൻ്റെ ലക്ഷ്യം നിഷേധികൾക്കുള്ള താക്കീതാണ്. അതുകൊണ്ടാണ് ഇവിടെ സ്വർഗ്ഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത്. ലം യകുനില്ലദീന കഫറു എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ എന്ന് അവരുടെ ശിക്ഷയെക്കുറിച്ച് ആദ്യം പറഞ്ഞു. ഇത്രയുമാണ് സൂറത്തിൻ്റെ തഫ്സീർ. ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്തുകൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വിശദീകരിക്കാം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.